أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ احضري لنا بهذا المحضر ولتأتي في بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ച ബുഗയത്തുൽ മുസ്തഫീദ് എന്ന് നമ്മൾ നോക്കിയിരുന്നത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതപ്രകാരം ജവാഹൽ മആനി ക്രോഡീകരിക്കാൻ വേണ്ടി അവിടുത്തെ പ്രിയ ശിഷ്യൻ സയ്യിദി അലി ഹറാജിമി റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞതിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജവാഹറുൽ മആനിൻ്റെ പ്രാധാന്യം, അത് വായിക്കുന്നതിൻ്റെ പ്രാധാന്യം, മറ്റ് കിതാബുകളിൽ നിന്നൊക്കെയുള്ള അതിൻ്റെ മഹത്വം, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നത്, ഇതിൽ പ്രധാനമായും സംസാരിക്കുന്നത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുത്ബാനിയത്തുൽ ഉലമ എന്ന മഖാമിലെത്തിയതിനെ കുറിച്ചാണ്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഫതഹുൽ അക്ബർ ഉണ്ടായി. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ടു. പരിശുദ്ധമായ ത്വരീഖത്തിൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പകർന്നു നൽകി. ഇതൊക്കെ സംഭവിച്ചു. പക്ഷെ അപ്പോഴും അവിടുന്ന് ഖുത്ബാനിയത്തുൽ ഉലമ എന്ന ഏറ്റവും ഉന്നതമായ ഖുത്ബാനിയത്തിൻ്റെ മഖാം എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ബാഹ്യമായി എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പദവിയിലേക്ക് ഉയരുന്നത് മറ്റൊരു പിന്നീടാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വഫിൽ മുഹറമി ഗദൻ ഔസൻ റഷീദ് ഖലീഫത്തൻ അനിൽ മുഹൈമിനിൽ മജീദ് وأتي ذاك شيخنا بعرفة حقاه من حققه وعرفا. وفي മുഹറം മാസത്തിൽ ഗദൻ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളായി ഔസൻ റഷീദ്, ഔസ് എന്നുള്ള പദവി, റഷീദ് എന്ന് പറഞ്ഞാൽ നേരായ മാർഗദർശനം ലഭിക്കപ്പെട്ട, ഔസ് എന്നുള്ള പദവി അതിലേക്ക് മഹാനവറുകൾ എത്തിച്ചേർന്നു. ഖലീഫത്തൻ അനിൽ മുഹൈമിനിൽ മജീദ്, മുഹൈമിനും മജീദും, മുഹൈമിൻ എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കിക്കാണുന്നവൻ, വീക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ മജീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹോന്നതനായവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് രണ്ടും അള്ളാഹുവിൻ്റെ പേരുകളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ട്, ആ കാലഘട്ടത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഖലീഫയായി ഔസ് എന്നുള്ള പദവിയിലേക്ക് മുഹറം മാസത്തിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉയർന്നു. ഓതി ദാക ശൈഖുനാ ബി അറഫ, ആ ഒരു അവസ്ഥ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നൽകപ്പെട്ടത് അറഫ മൈതാനത്ത് വെച്ചാണ്, അറഫ സ്ഥലത്ത് വെച്ചാണ്, അറഫയിൽ വെച്ചാണ്. ഹഖാഹു മൻ ഹഖഖഹു വ അറഫ, ഈ ഒരു കാര്യം എനിക്ക് വിവരിച്ചു തന്നത്, അതായത് ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ റളിയല്ലാഹു അൻഹു തങ്ങളാണല്ലോ ഈ കവിത എഴുതുന്നത്. മഹാനവർക്കൾക്ക് ഇത് വിവരിച്ചു കൊടുത്തത് മൻ ഹഖഖഹു വ അറഫ, ഇതിനെ സ്ഥിരപ്പെടുത്തി ഈ കാര്യത്തെ ഉറപ്പിക്കുകയും അതിനെ നന്നായി മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ്. ഇത് കിതാബുകളിലൊന്നും, ജവാഹറുൽ മആനിയിലോ കിതാബുൽ ജാമിയിലോ ഒന്നും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുത്ബാനിയത്തുൽ ഉലമ എത്തിയത് ഈ വർഷമാണെന്ന് പറയുന്നില്ല, ഇന്ന സ്ഥലത്താണെന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഈ ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത് ഇതേക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. യഖൂൽ, ബഹുമാനപ്പെട്ട അറബി ബിൻ സാഹിദ് തങ്ങൾ പറയുന്നു, വഫി മുഹറമിൽ ഹറാം, പരിശുദ്ധമായ മുഹറം മാസത്തിൽ, ഫാത്തിഹിൽ ആമിൻ മുവാലി ലി ആമി ഖുലൂൽ സയ്യിദിന റളിയല്ലാഹു അൻഹു ബിഹദറത്തിൽ ഫാസ് നഗരത്തിലേക്ക് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ താമസം മാറ്റിയതിൻ്റെ അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള മുഹറം മാസത്തിൽ, വഹുവ ആമു അർബഅത അശറ ബഅദ മിഅതൈനി വ അൽഫ്,
ആ ഒരു വർഷമെന്ന് പറയുന്നത് 1214 വർഷമാണ്. അപ്പോൾ ഹിജറ 1214 മുഹറം മാസം മിൻ ഹിജറ സയ്യിദുന്നാസ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ല ഫീഹി മഖാമുൽ ഖുതുബാനിയ. ഹിജറ വർഷം 1214 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ വർഷം 1214 മുഹറം മാസത്തിലാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുതുബാനിയ എന്ന മഖാം എത്തിച്ചേർന്നത്. വദഹറ ബിഹൽ ഹംദുലില്ലാ മിസ്താഖു മാ ബശറഹു ബിഹി. ആ സമയത്ത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ പുലർന്നത്, തങ്ങൾക്ക് സംഭവിച്ചത്, അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സ്തുതി, മഹാനവറുകളെക്കുറിച്ച് സന്തോഷവാർത്ത മുമ്പ് അറിയിക്കപ്പെട്ടതിനനുസരിച്ചാണ്. മൻ തഖദ്ദമ ദിക്റഹു മിൻ അഹ്ലിൽ ഖുശൂഫാത്തിൽ ഇയാനിയ വൽ മഖാമാത്തിസ് സനിയ്യത്തുൽ ഇർഫാനിയ. ഉന്നതമായ ആത്മീയ കാഴ്ചകൾക്കും അത്യുന്നതമായ മാരിഫത്തിനും മഖാമുകൾക്കും ഉടമയായിട്ടുള്ള വലിയ മഹത്തുക്കളായ ആളുകൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുതുബാനിയത്തും അതിനേക്കാൾ ഉന്നതമായ മഖാമുകളും ഒക്കെ നേടുമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ബന്ധപ്പെട്ട ഔലിയാക്കന്മാരിൽ പലരും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുതുബാനിയത്ത് എത്തിച്ചേരുന്നും അബുൽ ഹസൻ ഷാദിലി തങ്ങളെക്കാൾ മഖാം എത്തിക്കുന്നും മാത്രവുമല്ല ഖുതുബാനിയത്തിലേക്കാൾ ഉയർന്ന മഖാം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നും ഒക്കെ മുമ്പ് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക്. ആ സന്തോഷ വാർത്ത പുലരുന്ന ഒരവസ്ഥയാണ് ആ വർഷം സംഭവിച്ചത് മഹാനവറുകൾ ഖുതുബാനിയത്ത് ലഭിക്കുന്നതിലൂടെ. വഖാന ഹുസൂലുൽ ഫതഹി ലഹു റളിയല്ലാഹു അൻഹു ഫി ഇദ്റാക ഹാദൽ മഖാമൽ അഅ്ലം ഫി ജബലി അറഫത മിൻ ബലദത്തിൽ മുഹറം. അപ്പോൾ ഈ ഒരു മഖാമിലേക്കുള്ള ഫതഹ്, അതായത് ഖുതുബാനിയത്തിലേക്കുള്ള ഫതഹ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഉണ്ടായത്, അതിലേക്ക് മഹാനവറുകൾ കാലെടുത്തു വെച്ചത് ജബൽ അറഫ പർവ്വതത്തിൽ വെച്ചാണ്. മുഹറം മാസത്തിൽ അറഫ പർവ്വതത്തിൽ വെച്ചാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഖുതുബാനിയത്തുൽ ഉളമ എന്ന മഖാം ആരോഹണം നടത്തപ്പെട്ടത്. ഹസ്ബുമാ ദക്കറ ദാലിക ബയ്യനഹു തബീനൻ. മുമ്പ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞതുപോലെ മൻ അറഫഹു തഹഖീഖൻ വ അലിമഹു യഖീനൻ. പിന്നെ ഈ ഒരു കാര്യം സയ്യിദുനാ ശൈഖിനോടല്ല, ഈ ഒരു കാര്യം ഇത് എഴുതിയ ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ തങ്ങളോട് പറഞ്ഞത്, അത് നന്നായിട്ട് മനസ്സിലാക്കിയ, അത് നന്നായിട്ട് അറിഞ്ഞ് ബോധ്യപ്പെട്ട ഒരാളാണ്. വലം യതഅറദ് ഫി കിതാബിൽ ജവാഹിർ. എന്നാൽ ഈ ഒരു സംഭവം ജവാഹിറുൽ മആനി എന്നുള്ള കിതാബിൽ പറഞ്ഞിട്ടില്ല. ലിതഅയീനി ദമന ബുലൂഗി സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ദർജത്തുൽ ഖുതുബാനിയ എന്നുള്ള മഖാമു സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഏത് സമയത്താണ് പിന്നെ നേടിയെടുത്തത് എന്ന് ജവാഹിറുൽ മആനിയിൽ പറഞ്ഞിട്ടില്ല. വലാ ബി മഖാനില്ലദി അദ്റക ഫീഹി ദാലിക. അതുപോലെ തന്നെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് അത് മഹാനവറുകൾക്ക് ലഭിച്ചതും എന്നും ജവാഹിറുൽ മആനിയിൽ പറഞ്ഞിട്ടില്ല. മഅ തസ്രീഹിഹി ബിബുലൂഗിഹിൽ മഖാമ തഹ്ഖീഖൻ. എന്നാൽ ആ ഒരു മഖാം എത്തിച്ചു എന്ന കാര്യം വ്യക്തമായി ജവാഹിറുൽ മആനിയിൽ പറയുന്നുണ്ട്. എന്നാൽ അത് ഏത് സമയത്താണ് സംഭവിച്ചത്, എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. ഫി ഐരി മാ മൗദി. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഖുതുബാനിയത്തിനെ എത്തിച്ചതിനെ പറ്റിയും ഖുതുബാനിയത്തിൻ്റെ പ്രത്യേകതകൾ മഹാനവറുകൾക്ക് ഉണ്ടായതിനെക്കുറിച്ചുമൊക്കെ ബഹുമാനപ്പെട്ട അലി ഹറാജിമി തങ്ങൾ അവിടുത്തെ ജവാഹിറുൽ മആനിയിൽ പറയുന്നുണ്ട്. മിൻ ദാലിക ഖൗലുഹു മിൻ ദക്കരി കമാലിഹി റളിയല്ലാഹു അൻഹു. അതിൽ പെട്ടതാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പരിപൂർണതകളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗം ജവാഹിറുൽ മആനിയിൽ പറഞ്ഞത്. എന്താണ്? നസ്സുഹു, അതിൻ്റെ വാക്യപ്രകാരമാണ്. മിൻ കമാലിഹി റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പരിപൂർണതകളിൽ പെട്ടതാണ്. ഇർഫാനിഹിൽ അതം, അവിടുത്തെ ഉന്നതമായ മാരിഫത്തിൻ്റെ സൂക്ഷ്മമായ മാരിഫത്തിൻ്റെ പരിപൂർണതകളിൽ പെട്ടതാണ്. മാരിഫത്തുൽ ഇസ്മുൽ ആളമി ഇസ്മുൽ ആളമി. അത് ഇസ്മുൽ ആളമിനെ കുറിച്ച്, ഉന്നതമായ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ ഇസ്മുൽ ആളമിനെ കുറിച്ച് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അറിയാമായിരുന്നു. അനുഭവത്തിലൂടെ ഇസ്മുൽ ആളമിനെ അറിയാമായിരുന്നു എന്നത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പരിപൂർണതകളിലും
ഉന്നതമായ മാരിഫത്തിൽ പെട്ടതായിരുന്നു എന്ന് ജവാഹിർ മാനിലുണ്ട്. മാലൂമൻ. അപ്പോൾ ഈ ആ വാക്ക് ജവാഹിർ മാനിയിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവുന്ന മാലൂമൻ അന്നദാലിക മിൻ ഖസായിസുൽ കുതുബ്. ഒരു ഇസ്ബുൽ ആദം അറിയുക എന്ന് പറയുന്നത് കുത്തുബാനിയത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കുത്തുബായിരുന്നു എന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കമാ സതഖിഫു അലൈഹി ഖരീബൻ ഇൻഷാ അല്ലാഹു തആല. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഇസ്മുൽ ആദമിനെ കുറിച്ചും അത് കുത്തുബിനാണോ അത് അറിയാൻ സാധിക്കുക എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. വമിൻ ദാലിക ഖൗലുഹു ഫി ഹാദൽ മഹല്ലി ഐളൻ. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജവാഹിർ മാനിയിൽ പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ് മിൻ കമാലിഹി റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പരിപൂർണതകൾപ്പെട്ടതായിരുന്നു, അവിടുത്തെ പവിത്രമായ ഉന്നതമായ മാരിഫത്തിൽപ്പെട്ടതായിരുന്നു. ഉലുവി മൻസബി ഷരീഫ്, അവിടുത്തെ ഉന്നതമായ ആ സ്ഥാനത്തിൽപ്പെട്ടതായിരുന്നു. മാ ഊത്തിയഹു മിൻ മഖാമിൽ ഖിലാഫത്തി വത്തസ്രീഫ്, മഹാനവറുകൾക്ക് തസറുഫാത്തുകളുടെ ആത്മീയമായ കാര്യകർത്തവ്യങ്ങൾ നടത്താൻ പറ്റുന്ന ഉന്നതമായ ഖിലാഫത്ത് മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു എന്നത്. അപ്പോൾ ഉല്ലിയത്തു മിൻ നിയാബത്തി വ തഹ്കീം, അതുപോലെ തന്നെ അധികാരത്തിൻ്റെയും അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി വർത്തിക്കുന്നതിൻ്റെയും കാര്യങ്ങൾ മഹാനവറുകളെ ഏൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം. വൽ അമ്രു നാഫിദത്തുൽ അമീം, അതുപോലെ തന്നെ മഹാനവറുകളിൽ നിന്ന് വരുന്ന കൽപ്പനകൾ പൊതുവായി എല്ലാം സ്വീകരിക്കപ്പെട്ട കൽപ്പനകളായിരുന്നു എന്നതും. ഇലാഹരി, അതുപോലുള്ള വാക്കുകൾ ഇലാ ആയിരദാലിക് മിൻ ഇബാറാത്ത്, അതുപോലുള്ള ഒരുപാട് വാക്കുകൾ ജവാഹിർ മാനിയിൽ വന്നിട്ടുണ്ട്. അൽ മുസർരിഹത്തുൻ ബി ബുലൂഇ ഹാദൽ മഖാമിൽ അസ്മാ, ഇതൊക്കെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കുതുബാനിയത്തുൽ ഉലമാ എന്നുള്ള മഖാം എത്തിച്ചേരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. കാരണം ഒരാൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളുമായി കൈകാര്യം നടത്താനുള്ളൊരു കഴിവ് ഒരു ഖിലാഫത്തിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുക എന്നുള്ള പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ കുതുബാനിയത്തുൽ ഉലമാ എന്നുള്ള മഖാം എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അതിൻ്റെ തെളിവുകളാണ്. മദർജത്ത് സാമിയത്തുൽ ഉലമ, മഹാനവറുകളുടെ അത്യുന്നതമായ ദർജനെ കാണിക്കുന്ന ജവാഹിർ മാനിയിലുള്ള ഉദ്ധരണികളാണ് ഇതൊക്കെ. ഇങ്ങനൊക്കെ ജവാഹിർ മാനിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജവാഹിർ മാനിയിൽ എപ്പോഴാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ കുത്തുബാനിയത്ത് എത്തിച്ചതെന്നോ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവിച്ചതെന്നോ എന്നും പറഞ്ഞിട്ടില്ല. വല്ലദി യദ്ഹർ വല്ലാഹു ആലം അന്ന നാദിമു തൽക്കാമ അഖദഹു ഫി ഹാദൈനിൽ ബൈത്തൈൻ, അതായത് ഇവിടെ നമ്മൾ വെളിവാക്കിയ കാണുന്നത് പോലെ, അതായത് ഇവിടെ കവി പറഞ്ഞല്ലോ എനിക്ക് ഈ കാര്യങ്ങൾ ഈ ഒരു വിജ്ഞാനം കൊണ്ട് ഉറപ്പായി കാര്യങ്ങളെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാളിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ആ ഒരു കാര്യം അന്ന നാദിമു തൽക്കാ മാ അഖദ ഫി ഹാദൈൻ ബൈത്തൈൻ, ഈ രണ്ട് ബൈത്തുകൾ കവിക്ക് ലഭിച്ചത് മിൻ ആരിഫിൽ കബീർ അബുൽ ഹസൻ സയ്യിദി അലി ബിൻ ഈസാ തമാസിനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യൻ അലി തമാസിനി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നാണ് ആയിരിക്കണം. കാരണം ഫൈനഹു അഖാമ ഇൻദഹു ബിജാവിയത്തി മുദ്ദത്തൻ, കാരണം ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ തങ്ങൾക്ക് ഈ വരികളിൽ പറയുന്ന ആശയം കിട്ടിയത് അലി തമാസിനി തങ്ങളിൽ നിന്നായിരിക്കണം. കാരണം അലി തമാസിനി തങ്ങളുടെ ജാവിയയിൽ, അതായത് അൽജീരിയയിലെ തമാസീനിലെ സയ്യിദുനാ അലി തമാസിനി തങ്ങളുടെ ജാവിയയിൽ ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ കുറച്ചു കാലം താമസിച്ചിരുന്നു. വഹുവ ഉംദതുഹു ഫി കസീറിൻ മിനൽ അഖ്ബാരി ശൈഖ് വ ഉലൂമിഹി വ അസ്റാരിഹി, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിജ്ഞാനങ്ങൾക്കും അറിവുകൾക്കും ആത്മീയമായ രഹസ്യങ്ങൾക്കും ഒക്കെ ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ റളിയല്ലാഹു അൻഹു തങ്ങളുടെ അവലംബവും ഈ മഹാനായിരുന്നു. അലി തമാസിനി തങ്ങളിലൂടെയാണ് മഹാനവറുകൾ ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ റളിയല്ലാഹു അൻഹു തങ്ങൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും അറിവുകളും ആത്മീയമായ രഹസ്യങ്ങളൊക്കെ പലതും ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നത്. വഅലാ ഹാദാ ഫയകൂനു ഹുവ മുഷാറു ഇലൈഹി ബിഖൗലിഹി ഹക്കാഹു മൻ ഹഖഖഹു അറഫ, അതായത് എനിക്ക് ഈ വിവരം കിട്ടിയത് ഇത് നന്നായിട്ട് മനസ്സിലാക്കിയ ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളിൽ നിന്നാണെന്ന് പറഞ്ഞത് ഇതിൽ സൂചിപ്പിക്കപ്പെട്ട ആള് ഇദ്ദേഹമായിരിക്കണം. തഹ്ഖീഖുഹു
ലിമാ ദക്കറഹു മിൻ അന്ന സയ്യിദിന റളിയല്ലാഹു അൻഹു ഊതിയ ഖുത്ബാനിയത്തുൽ ഉളമ ഫി മുഹറമിൻ മിനൽ ആമിൽ മദ്കൂറി ബിജബലി അറഫ. അപ്പോൾ ഇവിടെ അറഫ മൈതാനത്ത് അറഫ പർവ്വതത്തിൽ വെച്ച് മുഹറം മാസം സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് ഖുത്ബാനിയത്ത് എന്ന മക്കാമ് കിട്ടി എന്ന് പറഞ്ഞത് ഇമ്മാ ഇഖ്ബാറം മിൻ ശൈഖ് റളിയല്ലാഹു ലഹു ബിദാലിക്, പിന്നെ ബഹുമാനപ്പെട്ട അലി തമാസിനി തങ്ങളോട് സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ എന്നെ നേരിട്ട് പറഞ്ഞതായിരിക്കണം ഒന്നുകിൽ. ഫയഖൂനു മിൻ ബാബി റിവായത്തി സിഖത്തി മാലം യുവാഫിഖു അലൈഹി ഗൈറു, അതായത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന വേറെ ആർക്കും അറിയാത്ത ഒരു വിവരം സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ ചിലപ്പോൾ അലി തമാസിനി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കണം. കാരണം എന്താ, സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ എല്ലാവരോടും പറയുന്ന രൂപത്തിൽ അലി തമാസിനോടും തങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ജവാഹിർ മാനിയിലും കിതാബുൽ ജാമിയിലും ഇഫാദത്തുൽ അഹമ്മദിയയിലും പോലെയുള്ള സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ശിഷ്യന്മാർ രചിച്ച കിതാബുകളിൽ കാണേണ്ടതായിരുന്നു. എന്നാൽ ആ കിതാബുകളിൽ ഇങ്ങനെ ഒരു ഉദ്ധരണി ഇല്ലാത്തത് കൊണ്ട് അലി തമാസിനി തങ്ങൾക്ക് ചിലപ്പോൾ അത് ലഭിച്ചിട്ടുള്ളത് സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങളിൽ നിന്ന് നേരിട്ടായിരിക്കും. പക്ഷേ അത് വേറെ ആരോടും സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും. വ ഇമ്മാ മിൻ ത്വരീഖിൽ കശ്ഫി സ്വഹീഹ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അലി തമാസിനി തങ്ങൾക്കുണ്ടായ ആത്മീയമായ ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അലി തമാസിനി തങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദർശനം നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങളെ ശിഷ്യന്മാരുടെ തന്നെ മഹത്വത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അലി തമാസിനി തങ്ങൾ പറഞ്ഞു, ഒരു സദസ്സിലിങ്ങനെ കൂടിയിരിക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ എൻ്റെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും ചെറുതോ വലുതോ ആയ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും ഏതുവരെ ഉറങ്ങാൻ പോകുന്നത് വരെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച് അവിടുത്തെ പവിത്രമായ സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാത്ത, അതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആളുകൾ സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര ഉന്നതമായ മക്കാം എത്തിച്ച ആളാണ് ബഹുമാനപ്പെട്ട അലി തമാസിനി തങ്ങൾ. അപ്പോൾ അലി തമാസിനി തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചത് ചിലപ്പോൾ സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ നേരിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞതായിരിക്കണമെന്നില്ല. ഈ അലി തമാസിനി തങ്ങളെക്കുറിച്ച് തന്നെ വേറെയും ഉദ്ധരണികളുണ്ട്. മഹാനവറുകൾ അൾജീരിയയിൽ നിന്ന് ഒരുപാട് പോരണം മൊറോക്കോയിലേക്ക്. മഹാനവറുകൾ അവിടെ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് അൾജീരിയയിൽ നിന്ന് മൊറോക്കോയിൽ ഷെയ്ഖിൻ്റെ ജാവിയയിൽ വരുമായിരുന്നു എന്നാണ്. ഒരൊറ്റ സ്റ്റെപ്പ് അവിടെ നിന്ന് എടുത്തു വെക്കും, ജാവിയയിൽ വരും, ജാവിയിൽ നിന്ന് വലീഫ നിക്കുറൊക്കെ കഴിഞ്ഞ് ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. അവിടുന്ന് വീണ്ടും അടുത്ത ദാവിയൻ്റെയും ദാവിയയിൽ ഇക്കുറി ഭാഗത്തൊക്കെ തുടങ്ങുന്ന സമയമായാലും അവിടുന്ന് സ്റ്റെപ്പ് എടുത്ത് ഇങ്ങോട്ട് വെക്കും, പരിപാടി അറ്റൻഡ് ചെയ്യും, തിരിച്ചു സ്റ്റെപ്പ് വെക്കും, അങ്ങോട്ട് തന്നെ പോകും. ഇത് അലി തമാസിനി തങ്ങളൊരു ശീലമായിരുന്നു. പക്ഷേ ഒരിക്കൽ അഹമ്മദ് തിജാൻ തങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളെ ശിഷ്യൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓരോട് പറഞ്ഞു, അലി തമാസിനി തങ്ങളെ താക്കീത് ചെയ്യുക ചെയ്തത്. സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ, നിങ്ങൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് സാധാരണ ആൾക്കാർ വരുന്ന പോലെ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാതെ കറാമത്ത് കാണിച്ചു കൊണ്ട് വരണ്ടാന്ന് അലി തമാസിനി തങ്ങളോട് സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറയണ്ടായി. മറ്റൊരു അവസരത്തിൽ അലി തമാസിനി തങ്ങൾക്ക് വലിയ തോട്ടം ഉണ്ടായിരുന്നു, ഈത്തപ്പഴത്തിൻ്റെ തോട്ടം. ആ തോട്ടത്തിൽ ഇങ്ങനെ പിന്നെ ഈത്തപ്പഴം ഇങ്ങനെ ഇടുമ്പോൾ നല്ല കൊല ഉണ്ടായാൽ, അതായത് ഈത്തപ്പഴത്തിൻ്റെ കൊല നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഈത്തപ്പഴമൊക്കെ ഉണ്ടായാലും മൂപ്പര് ഒറ്റ എറിയും. അവിടുന്ന് വീണ ഈത്തപ്പഴം എടുത്തൊരു എറിയും. ആരും കാണില്ല എവിടെയാ പോയതെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കും. സംഭവം എവിടെയൊക്കെ പോയിരുന്നത് അത് നേരെ വന്ന് വീണിരുന്നത് സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മൂപ്പര് അൾജീരിയയിൽ വേറെ രാജ്യത്താണ്, ആ രാജ്യത്തുള്ള ഈത്തപ്പഴം അവിടുന്ന് സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു. അത് നല്ലത് ഷെയ്ഖിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണല്ലോ മുഹബത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ലത് അവിടെ എത്തിക്കുമല്ലോ, നല്ലതൊക്കെ ഉണ്ടായാൽ ഒരു കൂട്ടി വെക്കുമല്ലോ അവിടെ കൊടുക്കാൻ വേണ്ടി, ഷെയ്ഖിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതങ്ങനെ എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇതും സയ്യിദിന ശൈഖ് റളിയല്ലാഹു തങ്ങൾ അവിടെ നിന്ന് ചിരിച്ചിട്ട് ആൾക്കാരോട് പറഞ്ഞു, ഇത് ആ ചെങ്ങൈൻ്റെ പണിയാണെന്നാണ് തോന്നുന്നത്, പിന്നെ അലി തമാസിൻ്റെ പണിയാന്ന് തോന്നുന്നത്, വെറുതെ അവിടെ നിന്ന് ഇട്ട് കളിക്കുക എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനത്തെ മക്കാം എത്തിച്ച ആളാണ് സയ്യിദിന അലി തമാസിനി തങ്ങൾ. ആ അലി തമാസിനി തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിപ്പോൾ നേരിട്ട് അഹമ്മദ് ഖാൻ തങ്ങൾ പറഞ്ഞുകൊണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് കശ്ഫിലൂടെ മനസ്സിലാക്കിയിരിക്കണം, അവർ നേരിട്ട് തന്നെ ആത്മീയമായി അവർക്ക് കാണുന്ന ഒരവസ്ഥയിൽ അവർ കണ്ടിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഹുസൂൽ തഅരീഫ് ലഹു ബില്ലാഹി ബിദാലിക്. മഹാനവറുകളുടെ ഇങ്ങനത്തെ വിജ്ഞാനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്.
ബഹുമാനപ്പെട്ട അലി തമാസിൻ തങ്ങൾക്ക് ഇങ്ങനത്തെ അറിവുള്ള ആളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വന്നഫ്സു ഇലാ ഹാദൽ ഇഹ്തിമാലി അമൈൽ, അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്കാണ് എൻ്റെ നഫ്സ് തിരിയുന്നത്. അതായത് ഈ രൂപത്തിലായിരിക്കണം അലി തമാസിൻ തങ്ങൾക്ക് ഇത് മനസ്സിലായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ മനസ്സിലാവുന്ന ആൾക്കാർക്ക് കൂടുതലും അങ്ങനെയാണല്ലോ തോന്നുക. കാരണം കിതാബുകളൊന്നും ഇല്ല, മൂപ്പര് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങളോട് മൂപ്പരോട് അലി തമാസിൻ തങ്ങളുടെ അടുത്ത് മാത്രം സ്വകാര്യമായി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലാതെ ആത്മീയമായി അറിഞ്ഞതായിരിക്കണം എന്നാണ് ഇപ്പം മനസ്സിലായത്. മിൻ ഖറാഇനി വശവാഹിദിൽ ഹാലിയ, ഈ ഒരു മഹാനവറുകളുടെ മായി ബന്ധപ്പെട്ട അറിവുകളും ഈ സന്ദർഭം നമ്മോട് സൂചിപ്പിക്കുന്നതും തെളിവുകളൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിലാവാനാണ് ചാൻസ്. അല്ലാഹു തആല ആലം, അള്ളാഹുവിനാണ് കൂടുതൽ അറിയാം. വഅലാ കുല്ലി ഹാൽ, എന്നിരുന്നാലും നാലിം റഹിമഹുല്ലാഹു തആല ഇത്തല അലാ മാ ലം യത്തലി അലൈഹി ഗൈറു, ഇവിടെ കവി മറ്റുള്ളവരൊന്നും കൊണ്ടുവരാത്ത ഒന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. അതായത് മറ്റുള്ള മുൻകഴിഞ്ഞ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ശിഷ്യന്മാരൊക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതാത്ത ഒരു കാര്യമാണ് ഇവിടെ കവി കൊണ്ടുവന്നത്. വമിസ്ലഹു ഫീ ദിയാനിയതി വജലാലതി ഖുദ്റതിഹി ലാ യദ്കുറു മിസ്ല ഹാദാ മിൻ ഐനി അൻ യസ്ബുതു ഇൻദഹു. അപ്പോൾ ബഹുമാനപ്പെട്ട തിജാനി ബിൻ ബാബ തങ്ങൾ ഇങ്ങനെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മൂപ്പരല്ല അത് പറഞ്ഞത്, അതിപ്പോ കളവാനുള്ള ചാൻസ് ഇല്ലല്ലോ. കാരണം മഹാനവറുടെ ദീനിയായ അവസ്ഥകളും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ സ്ഥാനവും വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരിക്കലും മൂപ്പർക്ക് സ്ഥിരപ്പെടാത്തൊരു കാര്യം മൂപ്പർ പറയൂല എന്ന് നമുക്ക് ഉറപ്പാണ്. തിജാനി ബിൻ ബാബ തങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചല്ല. മൂപ്പര് ഇതൊക്കെ എഴുതുന്ന ഏത് വയസ്സിലേക്ക് 23-24 വയസ്സിലൊക്കെ ആയിരിക്കും. മൂപ്പര മരിക്കാൻ ഉള്ള സമയത്ത്, അതായത് 29-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് മദീനത്ത് വെച്ചിട്ട് വഫാത്തായ ജന്നത്തിൽ ബക്കയിലും മറവിട്ട ആളാണ്. അതിൻ്റെ കുറച്ച് വർഷം മുമ്പ് തന്നെ മദീനത്ത് പോയി താമസാക്കിയിട്ടുണ്ട്. ആ പ്രായത്തിൽ തന്നെ മൂപ്പര് ആ കാലഘട്ടത്തിലെ ഉന്നതരായ ആരിഫ്യങ്ങളിൽ പണ്ഡിതന്മാരിൽ എത്തിപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ പിന്നെ മൂപ്പർക്ക് സ്ഥിരപ്പെടാത്തൊരു കാര്യം പറയാന്നുള്ളത് ശരിയല്ല, അല്ല അങ്ങനെ പറയൂല. അപ്പോൾ മൂപ്പരാണിത് പറഞ്ഞെന്നുള്ളത് കൊണ്ട് അത് സ്ഥിരപ്പെട്ടതായിരിക്കും. സുമ്മ ഇന്ന ഖൗലുഹു ഓതി ദാലിക ശൈഖുനാ ബി അറഫ അലാ മാ ഔജബഹു സിയാഖൽ കലാം മിൻ അന്നൽ മുറാദ ജബലുലായവും. അപ്പോൾ ഇവിടെ ഓതി ദാലിക ശൈഖുനാ ബി അറഫ, അത് നമ്മളെ ശൈഖിന് കിട്ടിയത് അറഫ ദിനത്തിൽ അറഫയിൽ വെച്ചാണ് എന്ന് പറഞ്ഞത് കവിത സൂചിപ്പിക്കുന്നത് അത് എന്താണ്, പിന്നെ അത് ആ പർവ്വതാണ്, അല്ലാതെ ആ ദിവസമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. മുഷ്കിലും ബില്ലാഹിർ, ബാഹ്യമായൊരു പ്രശ്നമുണ്ട്. ലിഅന്ന സയ്യിദ്ന റളിയല്ലാഹു അൻഹു, സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു കാന ഫീ തിൽക സനത്ത് ബിഫാസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മഹാനവറുകൾ പിന്നെ മുഹറം മാസത്തിലാണ് കുത്ബാനിയത്ത് എന്നുള്ള പദവിയിലേക്ക് മഹാനവറുകൾ ഉയർന്നത്, മുഹറം മാസത്തിലാണ്. അപ്പോൾ അറഫയിൽ വെച്ചാണ് മഹാനവറുകൾക്ക് ഇത് നൽകപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു. സംഭവം ശരി. പക്ഷേ അറഫയിൽ വെച്ചിട്ട് അങ്ങനെ, അറഫ എന്ന് പറഞ്ഞാൽ മക്കത്തല്ലേ, മൂപ്പര് ഉള്ളത് ഇപ്പം ഫാസിലല്ലേ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെ അപ്പം അങ്ങനെ കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു ഇഷ്കാൽ വരാന്നു. അന്നൽ കുത്തുബ ഹസ്ബു മാ ദക്കറഹു സോറി ലിഅന്ന സയ്യിദ്ന റളിയല്ലാഹു അൻഹു, സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു കാന ഫീ തിൽക സനത്ത് ബിഫാസ്, ആ ഒരു സമയത്ത് ഒരു ഫാസിലാണ്, അതായത് മൊറോക്കോയിലാണ് അവരുള്ളത്. ലം ഐബ അൻഹ, അവിടുന്ന് ഒരു മാറിയിട്ടുമില്ല. അപ്പോൾ മൊറോക്കോയിലുള്ള, ഇപ്പോൾ ഞാൻ പറയാണ് എനിക്ക് പിന്നെ ഇന്നൊരു സ്ഥാനം കിട്ടിയത് പിന്നെ ശ്രീലങ്കയിൽ വെച്ചാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലുണ്ട്, പിന്നെ എങ്ങനെ എനിക്ക് ശ്രീലങ്കയിൽ വെച്ച് ആ സ്ഥാനം കിട്ടുക? അതേപോലെ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഖുത്ബാനിയത്ത് എന്നുള്ള മഖാമ് കിട്ടിയത് മുഹറം മാസത്തിൽ അറഫയിൽ വെച്ചാണ്. അപ്പോൾ അറഫ പർവ്വതത്തിൻ്റെ വെച്ചാണ് ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ സമയത്ത് ഇവിടെ ഇല്ലേ, ഫാസിലുണ്ടല്ലോ, മഗ്രിബിലുണ്ടല്ലോ, മൊറോക്കോയിലുണ്ടല്ലോ, പിന്നെ എങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പോണത്? അതെങ്ങനെ ശരിയാവും? ഇതൊരു വൈരുദ്ധ്യം വരുന്നുണ്ടല്ലോ അവിടെ. അങ്ങനെ സംശയം ഉണ്ടാവാം. ജവാബ്, അതിന്റെ ഉത്തരം എന്താണ്? അൻ ഹാദൽ ഇഷ്കാൽ, ഈ സംശയത്തിനുള്ള ഉത്തരം എന്താ? അന്നൽ കുത്തുബ ഹസ്ബമാ ദക്കർഹു ഷാറാനി, കുത്തുബിനെ സംബന്ധിച്ചിടത്ത് ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞത് അൻ ഷെയ്ഖിൽ ഹവാസ് റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഷെയ്ഖായ അലി ഹവാസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന്
ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അന്നൽ കുത്തുബ് പറഞ്ഞാൽ വദക്റൂഫി ജവാഹിർ ആൻ സയ്യിദിന ആയുധൻ. അതുപോലെ തന്നെ ജവാഹിർ മആനിയിൽ ബഹുമാനപ്പെട്ട സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? അന്നൽ കുത്തുബിന് ലഹു സലാസു മിഅത്തിൻ ദാത്തിൻ വസിത്തത്തുൻ വസിത്തൂന ദാത്തൻ. ബഹുമാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ കുത്തുബിന് 366 ശരീരങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിന് കുത്തുബിന് 366 ശരീരങ്ങൾ ഉണ്ടാവും. ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ അളവിന് ശരീരങ്ങൾ ഉണ്ടാവും. ഇഹ്ദാഹ ബിൽ മക്കത്തിൽ മുഷറഫ. അതിലൊരു ശരീരം എപ്പോഴും മക്കയിലായിരിക്കും. ലാ തബ്രഹ മിൻഹ മാ ദാമ ഹയ്യൻ. ആ കുത്തുബ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ശരീരം മക്കത്തുനിന്ന് പോവില്ല. കുത്തുബ് എപ്പോഴും മക്കത്തുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിന്ന് വരാം. പക്ഷെ മക്കത്ത് എന്തായാലും കുത്തുബുണ്ടാവും. കുത്തുബിന്റെ ശരീരം എന്തായാലും അവിടെ ഉണ്ടാവും. ഒരു കുത്തുബിനെ മനസ്സിലാക്കിയ ഒരാളെ സമയത്തോളം മക്കത്തൊക്കെ എപ്പോഴും പോകാൻ നടത്താം. കാരണം കുത്തുബ അവിടെ ഉണ്ടാവും. കുത്തുബിനെ മനസ്സിലാക്കിയ ആളാണെങ്കിൽ മക്കത്തുനിന്ന് അവർ ഒരിക്കലും അവിടെ നിന്ന് മാറൂല. അപ്പം ഈ ഓരോ ശരീരത്തിനും തമ്മിൽ ഈ ഓരോ ശരീരങ്ങൾക്കും വ്യത്യസ്തമായ പ്രത്യേകതകൾ ഉണ്ടാവും. ആ പ്രത്യേകതകൾക്കനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ശരീരത്തിനും വ്യത്യസ്ത പ്രത്യേകതകൾ ഉണ്ടാവും. ആ പ്രത്യേകതകൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം എന്നാലും മക്കത്തൊരു കുത്തുബ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മക്കയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാം. കാരണം എപ്പോഴും മക്കത്ത് കുത്തുബിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അതില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. കാരണം കുത്തുബിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. കാരണം ഒരു പരിശുദ്ധമായ കഅബന്റെ യാഥാർത്ഥ്യം കുത്തുബാനിയത്തുൽ ഉലമയാണല്ലോ. കഅബനെ അള്ളാഹു മനുഷ്യന്മാർ ശരീരം കൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ഇവിടെ കഅബ അടങ്ങുന്ന പ്രപഞ്ചം മൊത്തം തവാഫ് ചെയ്യുന്നത് കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള ആ ഒരു പോയിന്റിലാണ്. പ്രപഞ്ചം മൊത്തം തവാഫ് ചെയ്യുന്നത് കുത്തുബിനെയാണ്. കഅബ അടക്കമുള്ള പ്രപഞ്ചം മൊത്തം തവാഫ് ചെയ്യുന്ന കുത്തുബിനെയാണ്. കാരണം കുത്തുബ് എന്ന് പറയുന്നത് തന്നെ ആക്സിൽ നിന്ന്, അതായത് ഒരു അച്ചുതണ്ട് എന്നാണ്, ഈ പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ട്. അപ്പോൾ കഅബ ഉള്ള സ്ഥലത്ത് കുത്തുബ് ഉണ്ടാവൽ നിർബന്ധം. വായുദാത്തിൻ ഇഹ്തസ്സബിഷൈൻ. ഇനി ഈ 366 ശരീരങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ കുത്തുബിന്. അയ്യുദാത്തിൻ ഇഹ്തസ്സബിഷൈൻ. ഈ ഓരോ ശരീരത്തിനും അതിനെന്തെങ്കിലും ഒരു പ്രത്യേകതകൾ കിട്ടിയാൽ മിന തർക്കിയാത്ത്, അതായത് ഓരോ ശരീരവും ആത്മീയമായി ഒന്ന് ഉയർന്നാൽ, തജല്ലിയാത്ത് അതിന് ആത്മീയമായ എന്തെങ്കിലും വെളിപാടുകൾ ലഭിച്ചാൽ, വൽ ഫുതൂഹാത്ത് അതിലേക്ക് ആത്മീയമായ പ്രവാഹങ്ങൾ ഒഴുകിയാൽ, വൽ അസ്റാർ അതിന് ആത്മീയമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയാൽ, വൈരിഹ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ, ഫി ബലദിൻ അത് ഏത് നാട്ടിലാണെങ്കിലും അങ്ങനെ കിട്ടിയാൽ, ഫദാലിക ഇഹ്തിസാസു സാരിൻ ലിജമീഹിമ അത് മറ്റേലൊക്കെ പകർന്നു കിട്ടും. അപ്പോൾ 366 ശരീരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കിട്ടിയാൽ അത് അതിൽ മാത്രം ഒതുങ്ങുന്നല്ല, അതെല്ലാ ശരീരത്തിലും അതുപോലെ സ്പ്രെഡ് ആവുന്ന. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിന് ഒരു ബാഹ്യമായ ഒരു ശരീരം ഉണ്ടാവും കേട്ടോ. ഇപ്പൊ കുത്തുബ് 366 ശരീരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കുത്തുബിന് ഒരു രാജ്യം ഉണ്ടെന്ന് പറയാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം. കുത്തുബിന് രാജ്യവും സ്ഥലമൊക്കെ ഉണ്ടാവും. കാരണം കുത്തുബിന്റെ ബാഹ്യമായ ശരീരം നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും. എന്നാൽ ആ ശരീരത്തിന് പുറമെ 366 ശരീരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ബാഹ്യമായ ശരീരം എവിടെയാണെങ്കിലും ഈ 366 ശരീരങ്ങൾ വേറെ ഉണ്ടാവും. അതിലൊരു ശരീരം മക്കത്ത് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഈ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ആത്മീയമായ അവസ്ഥകൾ കിട്ടിയാൽ അത് എല്ലാ ശരീരങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, വിതരണം ചെയ്യപ്പെടും. അപ്പം ഈ ഓരോ ശരീരങ്ങളും ആ ബാഹ്യമായ ശരീരത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ആത്മീയമായ ഉയർച്ചന്റെ വിഷയത്തിൽ അവരെല്ലാം ഒരേപോലെ ആയിരിക്കും. വഫം ദാലിക. അതുകൊണ്ട് ഇത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വഹാദ മിനൽ മഅറൂഫിൽ മുഖറഫി കുതുബ് ത്വരീഖ്. ഇത് ത്വരീഖത്തിന്റെ കിതാബുകളിലൊക്കെ, ഔലിയാക്കന്മാരുടെ മാർഗത്തെക്കുറിച്ച് പറയുന്ന കിതാബുകളിലൊക്കെ വ്യക്തമായി സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യമാണ്. വലാ ഇബ്രത്ത മിമൻ യുൻകിറുഹു. അതുകൊണ്ട് അതിനെ വിമർശിക്കുന്ന ആൾക്കാരെ കാര്യമായി നമ്മൾ പരിഗണിക്കേണ്ട. മിമ്മല്ലം യദുഖും. കാരണം അവർക്ക് ഈ ആത്മീയമായ രുചി കിട്ടാത്തതുകൊണ്ടാണ്. വലം യൻഹ നഹ്വഹും. മാത്രമല്ല അതിൻ്റെ ആളുകൾ അവർ പിന്തുടരാത്തതുകൊണ്ടാണ്. അവർ എന്തുകൊണ്ട് അതിനൊക്കെ എതിർക്കുന്നത്? അവർക്ക് അതിൻ്റെ രുചി കിട്ടാത്തതുകൊണ്ടാണ്.
അപ്പോൾ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. കിതാബുകളിലൊക്കെ ഇത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോൾ സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങൾ മൊറോക്കോയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് അറഫയിൽ വെച്ച്, അറഫ പർവ്വതത്തിൽ വെച്ച് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് കുത്തുബാനിയത്ത് ലഭിക്കാന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ വിശദീകരണമാണ്. അവർക്ക് 366 ശരീരം ഉണ്ടാവും. ആ ശരീരത്തിൽ ഒന്ന് എപ്പോഴും മക്കത്തുണ്ടാവും. മക്കത്തുള്ള ശരീരത്തിനാണ് കുത്തുബാനിയത്ത് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഹൈസു ജറാ ദിക്ര ഹാദൽ മഖാം. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, എന്തിനെ പറ്റി? ഐനി മഖാമൽ കുത്തുബാനിയത്തുൽ ഉലമ. കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള മഖാമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞതുകൊണ്ട് വഖാന സയ്യിദുനാ റളിയല്ലാഹു അൻഹു മിമ്മൻ അഹലുല്ലാഹു ലിഹുലൂൽ ബി അഖ്സാ ദുറാഹു. മാത്രമല്ല സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിൻ്റെ അള്ളാഹിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും അനുയോജ്യമായവരും അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എത്തിച്ചവരായതുകൊണ്ട്, അതിന് യോഗ്യരായ ആളും ആയതുകൊണ്ട്, വിലാശക്കി നിന്ദനാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം എത്തിക്കേണ്ട ആയതുകൊണ്ടും ഫലാബുദ്ദമിൻ ഇൽമാമ ബിശൈഇൻ മിമ്മാ യുശീറു ഇലാ ബയാനി ഹഖീഖത്തി ഹി ഇൽമൻ. അതുകൊണ്ട് തന്നെ ഈ കുത്തുബാനിയത്തിനെ കുറിച്ച് അതിനെ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ കുത്തുബാനിയത്തിൽ എത്തിച്ചു സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങൾ, അതിൻ്റെ ഏറ്റവും ഉന്നതമായ മക്കാമിൽ എത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ കുത്തുബാനിയത്ത് പറഞ്ഞാൽ എന്താ, കുത്തുബ് പറഞ്ഞാൽ എന്താ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു ചർച്ച, അതിനെക്കുറിച്ച് അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് ബഹുമാനപ്പെട്ട അറബി മുൻസാഹി തങ്ങൾ വിശദീകരിക്കുന്നത്. ഫനഖൂൽ വല്ലാഹുൽ മുസ്തആൻ വഹുവ സുബ്ഹാനഹു മുസ്തആദു ബിജലാലി. അള്ളാഹുവിൽ നിന്നാണ് സഹായം തേടുന്നത്, അവനിലേക്കാണ് അഭയം തേടുന്നത്. മിൻ ജലലിൽ ഖലമി ഫലതാത്തിൻ ലിസാൻ. നമ്മളെ സംസാരത്തിലുള്ള വീഴ്ചകളും നാവിൻ്റെ പേവുകളും എന്നൊക്കെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ സഹായം തേടുകയാണ്. എന്നിട്ട് തുടങ്ങണം. ഇത് ഇനി വലിയ വിശദീകരണം കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാനുണ്ടാവില്ല. ഇൻഷാല്ലാ അടുത്ത ദർസിലോ അതിൻ്റെ അടുത്ത ദർസിലൊക്കെ ആയിട്ട് ഇൻഷാല്ലാ അത് പൂർത്തിയാക്കാം. കുത്തുബാനിയത്തിനെ കുറിച്ചുള്ള വിശദീകരണം. ദക്കറ ഷെയ്ഖ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, കിതാബിഹിൽ മുതഖദ്ദമി ദിക്രി. മുമ്പ് പറഞ്ഞ കിതാബിൽ, ഇവിടെ മുമ്പൊരു കിതാബ് പറഞ്ഞല്ലോ ഇമാം സുയൂത്തി, ഇമാം അവൻ അബ്ദാലിങ്ങളെ ഔതാദുകളൊക്കെ വിശദീകരിച്ചൊരു കിതാബ് എഴുതി എന്ന് പറഞ്ഞിട്ട് ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിന്നുള്ള ഹദീസ് എന്താണ്? ഇന്ന ലില്ലാഹി അസ്സ വജൽ ഫീ ഹൽഖിൻ സലാസമിഅത്തിൻ ഖുലൂബുഹും അലാ ഖൽബി ആദം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു തആലക്കുണ്ട് അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ 300 പേര് അലാ ഖൽബി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിൻ്റെ കൽബുമായി ആ കൽബിൻ്റെ ആത്മീയമായ അവസ്ഥയിൽ നിൽക്കുന്ന 300 പേര് അള്ളാഹിൻ്റെ സൃഷ്ടികളിലുണ്ട്. വലില്ലാഹി ഫി ഹൽഖി ഹംസത്തുൻ ഖുലൂബുൻ അലാ ഖുലൂബി ജിബ്രീൽ അലൈഹിസ്സലാം. അതുപോലെ തന്നെ സൃഷ്ടികളിലുണ്ട് 5 പേര്. ആ 5 പേരുടെ ഹൃദയം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഹൃദയത്തെ പോലെയാണ്. വലില്ലാഹി ഫി ഹൽഖി സലാസത്തുൻ. അതുപോലെ തന്നെ സൃഷ്ടികളിൽ 3 പേരുണ്ട്. ഖുലൂബുഹും അലാ ഖൽബി മീകായിൽ അലൈഹിസ്സലാം. അവരുടെ ഹൃദയം മീകായിൽ മലക്ക് അലൈഹിസ്സലാമിൻ്റെ ഹൃദയത്തിനോട് തത്തുല്യമാണ്. വലില്ലാഹി ഫിൽ ഹൽഖി വാഹിദൻ. അതുപോലെ തന്നെ സൃഷ്ടിയിലുണ്ട് ഒരൊറ്റ ആള്. ഖൽബുഹു അലാ ഖൽബി ഇസ്രാഫീൽ അലൈഹിസ്സലാം. അവരുടെ കൽബ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ കൽബിൻ്റെ പോലെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം 300 പറഞ്ഞു, അതിൻ്റെ മുകളിലേക്ക് ഒരു 5 ആൾ പറഞ്ഞു, അതിൻ്റെ മുകളിൽ ഒരു 3 ആൾ പറഞ്ഞു, അതിൻ്റെ പേരിൽ ഒരാൾ പറഞ്ഞു. ആ ഒരാൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ കൽബിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതാണ് ശരിക്കും കുതുബിൻ്റെ മക്കാമ്. അതുകൊണ്ടാണ് അവസാനം സൂറുന്ന കാഹം ഓതുന്ന ആൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമാണല്ലോ. അവിടെ നിന്ന് എല്ലാം നശിക്കുന്നത് ഇസ്രാഫീലിനെ കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാം തുടങ്ങുന്നത് അവസാനിക്കുന്ന ഒക്കെ കുതുബിനെ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസിന് പര്യാപ്തമാണ്. വഖദ് തഖദ്ദമ ഫീ മത്ലബി സാദിസ് മിൻ മതാലിബിൽ മുഖദ്ദമതി ബിലഫ്ലിഹി. ഈ അതേ ഹദീസ് മുമ്പ് ഇതിൻ്റെ ആമുഖം പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ 6ാമത്തെ ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട്. വദക്കർ ആയിദൻ ഫി ഹാദൽ കിതാബ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിൻ്റെ ഈ കിതാബ് തന്നെ പറയുന്നുണ്ട്, ബാദ ഇറാദ ഇദ്ദത്ത് അഖ്ബാർ. ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചതിന് ശേഷം മനസുഹു തുടരെ പറയുന്ന ഭാഗങ്ങൾ എന്താണ് പറയുന്നത്? വഖാല ബഅദുൽ ആരിഫീങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട്, അൽ ഖുതുബു
കുത്തുബ് എന്ന് പറയുന്നത് ഹുവ വാഹിദു മദ്കൂറു ഫി ഹദീസ് ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിൽ വാഹിദ് എന്ന് പറഞ്ഞ ആളാണ് കുത്തുബ്. അതായത് ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ കൽബിനോട് തത്തുല്യമായ കൽബുള്ള ഒരാളാണ് കുത്തുബ്. അന്നഹു അല കൽബി ഇസ്രാഫീൽ അലൈഹി സ്വലാം, ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ കൽബിനോട് തുല്യമായ ഒരാളാണിത്. മക്കാനുഹു മിനൽ ഔലിയ, ഈ കുത്തുബിന്റെ പ്രത്യേകത എന്താ അറിയോ? കുത്തുബിന്റെ മക്കാമ്, അദ്ദേഹത്തിന്റെ സ്ഥാനം, മക്കാന് അദ്ദേഹത്തിന്റെ സ്ഥാനം, ഔലിയാക്കന്മാരിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം കനുഖ്തതി ഫി ദായിറത്തില്ലദീ ഹിയ മർകസുഹാ, ഒരു ഔലിയാക്കന്മാരാകുന്ന വൃത്തത്തിന്റെ സെൻട്രൽ പോയിന്റ് ആണ് കുത്തുബ് എന്ന്. ഒരു വൃത്തം അങ്ങനെ ഔലിയാക്കന്മാർ വൃത്തം അങ്ങനെ വരയ്ക്കുന്നുണ്ട്, നമ്മളൊരു കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ വൃത്തം വരച്ചാൽ അങ്ങനെ ഉണ്ടാവും. അത് നടുവിലൊരു പോയിന്റിൽ വെച്ചിട്ടല്ലേ നമ്മൾ വൃത്തം വരയ്ക്കുക. അപ്പോൾ ആ വൃത്തം വരയ്ക്കുന്നതിൻ്റെ സെൻട്രൽ പോയിന്റ് ആണ് കുത്തുബ് എന്ന്. നമ്മൾ ഫാനൊക്കെ ആണ് ഫാനിൻ്റെ സെൻട്രൽ ഉള്ള പോയിന്റ് പോലെ. അതായത് ഔലിയാക്കന്മാർ മുഴുവൻ നിലനിൽക്കുന്നത് ആ ഒരു പോയിന്റിലാണ്. ആ ഔലിയാക്കന്മാർ മൊത്തം നിലനിൽപ്പ് ആ പോയിന്റാണ് പിന്നെ കുത്തുബിന്റെ പോയിന്റ്. അതാണ് മർകസു, അതിന്റെ സെന്ററാണ്, ഔലിയാക്കന്മാർ സെന്ററാണത്. സലാഹുൽ ആലം, ഈ ലോകം പരിപാലിക്കപ്പെടുന്നത് ആ ഒരു ഒറ്റ പോയിന്റിലൂടെ. അള്ളാഹു അങ്ങനെ ഒരു മനുഷ്യനുണ്ട് ഏതൊരു കാലഘട്ടത്തിലും. ആ കാലഘട്ടത്തിൽ ആ ഒരു ഒറ്റ മനുഷ്യനെ കൊണ്ടാണ് പ്രപഞ്ചം മൊത്തം പരിപാലിക്കപ്പെടുന്നത്, ഒരാളെ കൊണ്ടുമല്ല. വഖാല ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, ബാദ കലാമി ലഹു ബിൽ ഖുത്ബാനിയ, ഖുത്ബാനിയത്തിനെ കുറിച്ച് ചില വാക്കുകളൊക്കെ മഹാനവകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നു. വഖദ് യതവസ്സഊന ഫി ഹാദൽ ഇത്ലാഖ്, ഈ ഖുത്ബാനിയത്തിനെ കുറിച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അതിനെ നീട്ടിപ്പരത്തിയിട്ടുണ്ട്. അത് കുത്തുബ് ഒന്നാന്ന് പറയുന്നതിന് പകരം അത് ഖുത്ബാനിയത്തിനെ ഒരുപാട് നീട്ടിപ്പരത്തിയിട്ടുണ്ട് അവർ. വയുസമ്മൂന കുല്ലമൻ ദാറ അലൈഹി മഖാമൻ മാ ഖുത്ബൻ, ഏതൊരു മക്കാമിൽ എത്തിച്ച ആളെയും കുത്തുബ് എന്ന് വിളിക്കുന്നൊരവസ്ഥ ഉണ്ട്. വഖദ് യുസമ്മ റജുലൻ ബലദൻ കുത്തുബൻ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നാട്ടിലെ ഒരു ഉന്നതനായ ഒരു വലിയാണെങ്കിൽ അദ്ദേഹത്തിനെയും കുത്തുബ് എന്ന് പറയാറുണ്ട്. വശേഖു ജമാഅത്ത് കദാലിക്, അതുപോലെ ഒരു പ്രത്യേക ജമാഅത്തിലെ ഏതെങ്കിലും ഒരു ത്വരീക്കത്തിലെ ഏതെങ്കിലും ഒരു ഹാലിന്റെ ഏതെങ്കിലും കൂട്ടത്തിനെയും അതിലെ നേതാവിനെയും കുത്തുബ് എന്ന് പറയാറുണ്ട്. പിന്നെ സുമ്മക്കാൽ, പിന്നെ അദ്ദേഹം പറയാണ് വലാകിന്ന ഖുതാബുൽ മുസ്തലഹ അലൈഹിം, എന്നാൽ ഇസ്തിലാഹിയായി സാങ്കേതികാർത്ഥത്തിൽ നമ്മൾ പറയുന്ന കുത്തുബ് എന്ന് പറയുന്നത് എന്താണ്? ലായക്കൂനു മിൻഹും മിനൽ ദമാനില്ല വാഹിദൻ, അതൊരു കാലഘട്ടത്തിൽ ഒറ്റ മനുഷ്യനെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. വഹുവൽ ഔസ്, അദ്ദേഹത്തിന് നമുക്ക് ഔസ് എന്ന് വിളിക്കാം. അപ്പോൾ ആ ഔസ് എന്നുള്ള പ്രയോഗം വേറെ ആർക്കും കൊടുക്കില്ല, അതുകൊണ്ടാണ് ഔസ് എന്ന് പ്രത്യേകം പറയാൻ കാരണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തങ്ങൾ ഔസാണ്. അപ്പോൾ ഔസുൽ ഔസം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് മഹാനുകൾ ആ കാലഘട്ടത്തിന് ഇങ്ങനത്തെ ഈ കുത്തുബാനിയത്തെ എത്തിച്ച മഹാനാണ്. സുമ്മ കാല ബാദൽ കലാം, പിന്നെ അദ്ദേഹം കുറച്ച് വാക്കുകൾ പറഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞു, അക്സറുൽ അഖ്താബി ലാ ഹുക്കുമ ലഹും ഫിൽ ലാഹിർ, അധിക അഖ്താബിങ്ങൾക്കും കുത്തുബുകളുടെ സ്ഥാനം എത്തിച്ച അധിക പേർക്കും ബാഹ്യമായ സ്ഥാനങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാജാവാവുക, ഗവർണറാവുക, അല്ലെങ്കിൽ അങ്ങനെ ബാഹ്യമായ അധികാരങ്ങളുണ്ടല്ലോ, അങ്ങനെയൊന്നും അവർക്ക് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കുത്തുബാനിയത്തിൽ എത്തിച്ച ആൾ ചിലപ്പോൾ നാടൻ ഒരു മനുഷ്യനായിരിക്കും, ചിലപ്പോൾ ഒരു മുക്കുവനായിരിക്കും, ചിലപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കും, അങ്ങനൊക്കെ ആവാം. ഒരു കുത്തുബത്തിൽ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ലോകം മൊത്തം കറങ്ങുന്നത് ഈ ഓട്ടോ ഡ്രൈവർ ഒരാളെ കൊണ്ടായിരിക്കും, അങ്ങനൊക്കെ ആവാം. അങ്ങനെ എത്രയോ ഔലിയാക്കന്മാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവില്ല അവരെ ആരാന്ന് അവരുടെ. കാരണം അങ്ങനെ അള്ളാഹു അധിക പേർക്കും അങ്ങനെ ലാഹിറായ ഭരണം കൊടുത്തിട്ടില്ല. അവർ ഏറ്റവും ചിലപ്പോൾ താഴ്ന്ന മനുഷ്യന്മാരുടെ കണ്ണിൽ താഴ്ന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഔലിയാക്കന്മാരുടെ അടുത്ത്. ഔസ് എന്നുള്ള പദം നമ്മൾ കുത്തുബാനിയത്തിൽ ഉലമ എന്നുള്ള സ്ഥാനത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ, രണ്ടാളുണ്ടാവില്ല. കുത്തുബ് എന്നുള്ളത് ഒറ്റ ആളെന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ കുത്തുബ് പിന്നെ പറഞ്ഞ് എല്ലാത്തിനും കുത്തുബ് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഒരു നാട്ടിലുള്ള ഒരു വലിയന് കുത്തുബിന് പറയാൻ തുടങ്ങി, അതുപോലെ ഒരു പ്രത്യേക ഹാലെത്തിച്ച ഒരാളെ കുത്തുബ് എന്ന് പറയാൻ തുടങ്ങി, ഒരു തരീക്കത്തിൽ വലിയ സ്ഥാനത്തിച്ച ആളെ കുത്തുബ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരെയും കുത്തുബ് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഔസ് എന്നുള്ളതിന് പ്രത്യേകമാക്കി. അങ്ങനെയാണ് ഔസ് എന്നുള്ള വാക്ക് വന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്
അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കുത്തുബ് എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ ഉന്നതമായ സ്ഥാനം. ഏറ്റവും കുത്തുബാനിയത്തുൽ ഉലമ, ഏറ്റവും ഉയർന്ന സ്ഥാനത്തിനാണ് കുത്തുബ് എന്ന് പറയുക. പക്ഷേ ആ കുത്തുബ് എന്നുള്ള സ്ഥാനത്തിന് ആ ഒരു അർത്ഥത്തിലല്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഒരു നാട്ടിലെ ഏറ്റവും വലിയ വലിയ നമ്മൾ കുത്തുബ് എന്ന് പറയാൻ തുടങ്ങി, ഒരു ഹാലിൽ എത്തിച്ച ഒരാളെ കുത്തുബ് എന്ന് പറയാൻ തുടങ്ങി, ഒരു ത്വരീക്കത്തിൽ ഉന്നതമായ മഹത്വമുള്ള ആളെ കുത്തുബ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ വരുന്ന സമയത്ത് കുത്തുബ് ഒരുപാട് കുത്തുബുകളുള്ള പോലെ തോന്നും. അപ്പോൾ ഈ കുത്തുബാനിയത്തുൽ ഉലമ എന്ന് പറയുന്ന വാക്കിന് നമ്മൾ ഉപയോഗിച്ച മറ്റൊരു പദം, ഒരു പര്യായമാണ് ഗൗസ്. രണ്ടും രണ്ടല്ല. അപ്പോൾ ഗൗസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കാലഘട്ടത്തിൽ ഒരൊറ്റ ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആൾക്ക് കുത്തുബാനിയത്തുൽ ഉലമ എന്നും പറയാം, ഗൗസ് എന്നും പറയാം. ഗൗസ് എന്ന് പറയുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഇല്ല. അത് അതിൻ്റെ താഴെയുള്ള ഒരാൾക്കും പ്രയോഗിക്കൂല. എന്നാൽ ഇത് കുത്തുബിൻ്റെ മുകളിൽ ഗൗസ്, താഴെ കുത്തുബ്, അങ്ങനൊന്നുമില്ല. അത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ കുത്തുബ് എന്ന് പറയുമ്പോൾ പലതിലേക്കും ചേർക്കാൻ ചാൻസ് ഉണ്ട്, പല ആളുകളിലേക്കും ചേർക്കാൻ ചാൻസ് ഉണ്ട്. ഗൗസ് എന്ന് പറയുന്നത് വേറെ ആളിലേക്കും ചേർക്കൂല, ആ ആൾക്കല്ലാതെ. അതാണ് പറഞ്ഞത്. അപ്പോൾ കുത്തുബാനിയത്തിലെത്തിയ ഒരാൾക്ക് ബാഹ്യമായ സ്ഥാനങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇത് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ചിലപ്പോൾ നാട്ടിലത്തെ ഒരു നാടൻ മനുഷ്യനായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറായിരിക്കും, ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായിരിക്കും, ചിലപ്പോൾ വീട്ടിലത്തെ വേലക്കാരനായിരിക്കും. അങ്ങനെ എത്രയോ കുത്തുബുകൾ ഉണ്ടായിട്ടുണ്ട്, വീട്ടിൽ വേലക്കാരൊക്കെ ആയിട്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷേ അവർക്ക് ബാഹ്യമായ സ്ഥാനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും വീട്ടിലെ അടിച്ചു വാരുന്ന ഒരു പണിയെടുക്കുന്ന ഒരാൾ, അയാളിലൂടെയാണ് പ്രപഞ്ചമൊക്കെ ഇറങ്ങണമെന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അത് മനസ്സിലാക്കി അതിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കുക. ഭയങ്കര കോംപ്ലക്സ് അല്ല. അപ്പോൾ ശരിക്കും കുത്തുബാനിയത്ത് അധികം കോംപ്ലക്സ് ആയിരിക്കും, സിമ്പിളല്ല. നമ്മൾ വിചാരിക്കുന്നത് ബാഹ്യമായ എല്ലാ പ്രൗഢികളും അധികാരങ്ങളും ഒക്കെ ഉള്ള ഒരാൾ, അവർക്ക് തന്നെ ആന്തരികമായ അധികാരം കൊടുക്കാൻ തന്നെ അതിലൊരു രസമല്ല. അപ്പോൾ നമുക്ക് കോംപ്ലക്സിറ്റി തോന്നൂലല്ലോ. അപ്പോൾ നമ്മൾ റൂം നിറച്ചും വലിയ എന്തൊക്കെയോ സിസ്റ്റം കൊണ്ടുവന്നു, എന്നിട്ട് പറഞ്ഞതാ ഈ റൂമിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മളെ കൈയിൻ്റെ ഉള്ളിൽ, കൈയിൻ്റെ വിരലിൻ്റെ വലുപ്പത്തിൽ ഒരു സാധനം കൊണ്ടുവന്നു, ഇതിൽ ലോകത്തുള്ള എല്ലാ സാധനവും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ സംഭവമാണ്. ചെറുതിൽ വലുതാക്കുക. അള്ളാൻ്റെ വിശേഷണങ്ങളൊക്കെ അപ്പോഴും അങ്ങനെയാണ്. ചെറുതിൽ വലുതിനെ വെക്കുക, രഹസ്യത്തിൽ പരസ്യത്തിനെ കൊണ്ടുവരിക, പരസ്യത്തിൽ രഹസ്യത്തിനെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ആളുകൾ അറിയാത്തതിലൂടെ ആളുകളിൽ നിന്ന് മറച്ചു വെച്ച് പ്രപഞ്ചത്തിന് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആളെ അവിടെ വെക്കുക. അങ്ങനെയൊക്കെ അള്ളാൻ്റെ ഒരു രീതിയിൽപ്പെട്ടതാണ് അതൊക്കെ. കൂടുതൽ അങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ടാണ് അക്സറുൽ അഖ്താബി ലാ ഹുക്മ ലഹും ഫിൽ ലാഹിർ. അധിക കുത്തുബുകൾക്കും, കുത്തുബുകൾ എന്നോട് ഉദ്ദേശിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ കുത്തുബ് ഉണ്ടായിട്ടല്ല, അതായത് ഒരു വ്യത്യസ്ത കാലഘട്ടത്തിൽ ഒരുപാട് കുത്തുബുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അധിക കുത്തുബുകൾക്കും ബാഹ്യമായ സ്ഥാനം ഉണ്ടാവുന്നില്ല. ബാഹ്യമായി അവർ വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്ന ആളാവണം നിർബന്ധമില്ല. അധികം ഉണ്ടാവില്ല അങ്ങനെ. വായിർ അക്സർ എന്നാൽ കുറച്ച് പേര് ഖദിയക്കൂനുലഹും ഹുക്കുമുൻ വ തഅരീഫുൻ ഫിൽ ലാഹിരി കൽബാത്തിൻ, അവർക്ക് ചിലപ്പോൾ ബാഹ്യമായ അധികാരം ഉണ്ടാവും, ആന്തരികമായ അധികാരം ഉണ്ടാവും. അവർക്ക് ആന്തരികവും ബാഹ്യമായിട്ടുള്ള രണ്ട് അധികാരങ്ങളും അവർക്ക് ഉണ്ടാവാം ചില ആളുകൾക്ക്, എല്ലാവർക്കും അല്ല. വദക്കറ മിൻഹും ഉമറൈൻ റളിയല്ലാഹു അൻഹുമാ, അവരിൽപ്പെട്ടവരാണ്. ഉമറൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർക്ക് ദീനിന്റെ ഖിലാഫത്തുണ്ട്. അതുപോലെ തന്നെ അവർ കുത്തുബാനിയത്തിലേക്ക് എത്തിച്ച മഹാന്മാരായിരുന്നു. അലി ബിൻ അബി താലിബും തങ്ങളും അങ്ങനെപ്പെട്ട ആളുകളായിരുന്നു. ഹുസൈൻ, ബഹുമാനപ്പെട്ട സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളും, ഇവർക്കൊക്കെ അധികാരം ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഭരിച്ചവരായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ്, അതുപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങളും, അവർക്ക് കുത്തുബാനിയത്ത് എത്തിച്ച ആൾക്കാരായിരുന്നു. അതോടൊപ്പം ബാഹ്യമായ ഭരണവും അധികാരവും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. വദക്കറ ഷെയ്ഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ, ഇവിടെ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇബ്നു അറബി തങ്ങളായിട്ടോ ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞു റളിയല്ലാഹു അൻഹു അന്നൽ കുത്തുബ യുസമ്മ ഇൻദ അഹ്ലില്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുൽ ജാമിയ. അള്ളാഹിൻ്റെ ആളുകളുടെ അടുത്ത് കുത്തുബ് എന്ന് പറഞ്ഞാൽ അവരുടെ പേരെന്താ? അള്ളാഹിൻ്റെ അടുക്കൽ കുത്തുബിൻ്റെ പേര് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹ് വ അബ്ദുൽ ജാമിയ എന്ന്. ഒന്നെങ്കിൽ അവരുടെ പേര് അബ്ദുല്ലാ എന്നായിരിക്കും. അതായത് കുത്തുബിൻ്റെ പേര് എപ്പോഴും അബ്ദുള്ള ആവണമെന്നല്ല. ഏത് പേരായാലും അള്ളാഹിൻ്റെ ആൾക്കാർ അവരെ വിളിക്കൽ അബ്ദുള്ള എന്നാണ്. അള്ളാഹിൻ്റെ യഥാർത്ഥ അടിമയായതുകൊണ്ടാണ് അവർ. കുത്തുബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ യഥാർത്ഥ അടിമയാണ്. വാ അബ്ദുൽ ജാമിയ, എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടുന്നവനാണ് ജാമിയ. ആ ജാമിയൻ്റെ അബ്ദാണ് അവർ.
ഒന്നെങ്കിൽ അബ്ദുള്ള അല്ലെങ്കിൽ അബ്ദുൽ ജാമിയാണ്. ഇതാണ് അള്ളാന്റെ ആളുകൾക്ക് കുത്തുബിന്റെ പേര്. വന്ന ഇമാമൈന് മിൻഹു ബി മൻസിലത്തിൽ വസീറൈൻ, അവർക്ക് രണ്ട് ഇമാമുകൾ ഉണ്ടാവും, രണ്ട് മന്ത്രിമാരായിട്ടുള്ള ഇമാമുകൾ ഉണ്ടാവും ആ കുത്തുബിന്. വയുസമ്മ ഐസറു മിൻഹുമ അബ്ദുൽ മലിക്, അവരിൽ ഇടത്തെ ഭാഗത്തുള്ള ഒരാളുണ്ടാവും. ഇടത്തെ ഭാഗത്തുള്ള ആളെ നമ്മൾ അബ്ദുൽ മലിക് എന്ന് അവർ അള്ളാന്റെ അലിയാക്കന്മാർ അവരെ വിളിക്കുന്നത് അബ്ദുൽ മലിക് എന്നാണ്. ഐമനു അബ്ദുർ റബ്ബ്, വലത്തെ ഭാഗത്തുള്ള ആള് അബ്ദുർ റബ്ബും. അപ്പൊ ഇടത്തെ ഭാഗത്തുള്ള ആള് അബ്ദുൽ മലിക്, വലത്തെ ഭാഗത്തുള്ള ആള് അബ്ദുൽ മലിക്, അല്ല ഇടത്തെ ഭാഗത്തുള്ള ആള് അബ്ദുൽ മലിക്, വലത്തെ ഭാഗത്തുള്ള ആള് അബ്ദുർ റബ്ബ്. വക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബ്ദുൽ മലിക് വ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുർ റബ്ബ് അല അഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുത്തുബാനിയത്തിൽ നിൽക്കുന്ന സമയത്ത് വലത്തെ ഭാഗത്ത് നിന്നിരുന്ന ആളാരാണ്? വലത്തെ ഭാഗത്ത് നിന്നിരുന്ന ആള് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. മഹാനവറുകൾ അതുകൊണ്ട് അബ്ദുർ റബ്ബാണ്. ഇടത്തെ ഭാഗത്ത് നിന്നിരുന്ന ആള് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് അവർ അബ്ദുൽ മലിക്കാണ്. വബാദ വഫാത്തിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സുമ്മി അബൂബക്കർ അബ്ദുല്ലാഹ്, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്തായി തീർന്നു? അബ്ദുൽ മലിക് എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറി അബ്ദുല്ലായി മാറി. ഉമർ അബ്ദുൽ മലിക്, അപ്പൊ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അബ്ദുൽ മലിക്കായി. ഇമാമുല്ലദി വരിസ മഖാമ ഉമർ അബ്ദുൽ റബ്ബ്. അങ്ങനെ അപ്പോൾ അവിടെ ഒരു ഒഴിവ് വന്നില്ലേ, ആ ഒഴിവുള്ള സ്ഥലത്ത് വേറൊരാൾ വന്നു വരും. വാല യസാൽ അമ്രു കദാലിക ഇലാ യൗമിൽ ഖിയാമ, ഇതുപോലെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അപ്പോൾ വിശ്വാസങ്ങളുള്ള സമയത്ത് വിശ്വാസങ്ങൾ കുത്തുബാണ്. ആ കുത്തുബിന്റെ വലത്തെ ഭാഗത്ത് ഇതൊരു വീക്ഷണം കേട്ടോ, ഈ ഔലിയാക്കന്മാർക്ക് വ്യത്യസ്ത വീക്ഷണന്റെ വിഷയത്തിൽ. അപ്പോൾ വിശ്വാസങ്ങൾ നടുവിൽ നിൽക്കാം, വലത്തെ ഭാഗത്തൊരാള്, ഇടത്തെ ഭാഗത്തൊരാള്. വലത്തെ ഭാഗത്തെ ആള് അബ്ദുർ റബ്ബ് എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, അത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. ഇടത്തെ ഭാഗത്ത് അബ്ദുൽ മലിക് നിൽക്കുന്ന സ്ഥാനത്തുള്ള ആൾ, അത് ബഹുമാനപ്പെട്ട അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഇടത്തെ ഭാഗത്തുള്ള വിശ്വാസങ്ങൾ വഫാത്തിന് ശേഷം ഇടത്തെ ഭാഗത്തുള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് വിശ്വാസങ്ങളുടെ സ്ഥാനത്തിലേക്ക് വന്നത്, അബ്ദുല്ലായത്. വലത്തെ ഭാഗത്തുള്ള ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് പോയി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം അവിടെ കാലിയായി. ആ കാലിയായ സ്ഥലത്ത് പുതിയ ആൾ വരും. അങ്ങനെ ഈ കുത്തുബിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ അടുത്തൊരു സ്ഥാനം കാലിയാവും. ആ കാലി ഉള്ള സ്ഥലത്തേക്ക് ആൾക്കാർ ഇങ്ങനെ കയറി നിന്നുകൊണ്ടേയിരിക്കും. ഇത് അവസാന നാൾ വരെ തുടരുന്നു. വനക്കല ബാലുഹും അൻ തൗഖീഫി അല മുഹിമ്മാത്തുൽ താരിഫ്, തൗഖീഫ് അല മുഹിമ്മാത്ത് താരിഫ് എന്നുള്ള കിതാബിൽ ചില മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ലിശൈഖ് അബ്ദുർ റഊഫുൽ മുനാവി, അബ്ദുർ റഊഫുൽ മുനാവി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നസുഹു, അതിന്റെ ഉദ്ധരണി ഇങ്ങനെയാണ്: അൽ ഇമാമാനി വസീറാനിൽ കുത്തുബുൽ ഖൗസ്, കുത്തുബ് ഖൗസ് എന്ന പദവിയിലെത്തിയ ആള്, ആ ആൾക്ക് രണ്ട് ഇമാമുകൾ ഉണ്ടാവും അവരുടെ മന്ത്രിമാരായിട്ട്. അഹദുഹുമ അൻ യമീനിഹി വനദറഹു ഇലാ മലകൂത്ത്, അതിൽ ഒരാള് അവരുടെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളായിരിക്കും. ആ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുടെ പ്രത്യേകത എന്തായി? അവരെപ്പോഴും മലക്കൂത്തിലേക്കായിരിക്കും അവരുടെ നോട്ടം, അതായത് ആത്മീയമായ മണ്ഡലത്തിലേക്ക് ഒരു നോട്ടം. ബഹുവ മിറാത്തുൻ മായ തവജ്ജഹു മിൻ റുക്നിൽ ഖുതുബിയ്യ ഇലാ ആലമിർ റൂഹിയ്യ മിനൽ ഇംദാദാത്തി അല്ലതി ഹിയ മാദ്ദത്തുൽ വുജൂദി വൽ ബഖാ, അതായത് കുത്തുബിൽ നിന്ന് ഒഴുകുന്ന വുജൂദിന്റെയും ബഖാവിന്റെയും ഒക്കെ മദദുകൾ പ്രതിഫലിപ്പിക്കുന്ന റൂഹാനിയായ ലോകത്തിലേക്ക് തിരിയുന്ന ആളാണ് അദ്ദേഹം. വൽ ആഹിറു മൈ യസാരി, എന്നാൽ ഇടത്തെ ഭാഗത്ത് നിൽക്കുന്ന ആളോ വനദറു ഇലാൽ മുൽക്ക്, അദ്ദേഹം ഈ ലോകത്തേക്ക് നോക്കുന്ന ആളാണ്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നതാണ്. വഹുവ മിറാത്തുമായ തവജ്ജഹു മിൻഹു ഇലൽ മഹ്സൂസാത്ത്, അവർ ഇന്ദ്രിയങ്ങളുടെ ലോകത്തേക്ക് ഉള്ള കുത്തുബിന്റെ കണ്ണാടിയാണ്. മിനൽ മാദത്തിൽ ഹയവാനിയ, ഭൗതികമായ ജീവന്റെ ലോകത്തുള്ള ഇന്ദ്രിയങ്ങളിലേക്ക് നോക്കുന്ന കുത്തുബിന്റെ കണ്ണാടിയാണ്. അപ്പൊ കുത്തുബിന് രണ്ട് കണ്ണാടികൾ ഉണ്ടാവും. ഒന്ന് ഈ ലോകത്തിലേക്ക് നോക്കുന്ന ഒരു കണ്ണാടി ഉണ്ടാവും, മറ്റൊന്ന് ആത്മീയമായ ലോകത്തേക്ക് നോക്കുന്ന കണ്ണാടി ഉണ്ടാവും. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ രണ്ട് മന്ത്രിമാരായിരിക്കും. എന്നാൽ ഈ ലോകത്തിലേക്ക് നോക്കുന്ന ആളുണ്ടല്ലോ, വഹു അഅ്ലാ മിൻ സാഹിബി, അദ്ദേഹം മറ്റേ ആളെക്കാളും വലിയ ആളാണ്. കുത്തുബിൽ നിന്ന് ആത്മീയമായ ലോകത്തേക്ക് നോക്കുന്ന ഒരാളുണ്ട്, ആ ആളെക്കാളും മക്കാമെത്തിച്ച ആള് കുത്തുബിൽ നിന്ന് ആത്മീയമായ സാധനങ്ങൾ പേറി ഈ ലോകത്തേക്ക് നോക്കുന്ന ആളാണ്. ആ ലോകത്തേക്ക് നോക്കുന്ന ആൾ വലിയ ആളാണ്.
ഫയഖുലുഫുൽ ഖുതുബ ഇദാ മാത, അദ്ദേഹമാണ് കുത്തുബാനിയത്തിന്റെ സ്ഥാനത്തേക്ക് ഈ കുത്തുബ് വഫാത്തായാൽ അദ്ദേഹമായിരിക്കും കുത്തുബാനിയത്തിന്റെ സ്ഥാനത്തേക്ക് നിൽക്കുക. അപ്പോൾ കുത്തുബിന്റെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും രണ്ടാൾക്കാരുണ്ടാവും. വലത്തെ ഭാഗത്തെ ആള് ആത്മീയമായ ലോകത്തേക്ക് നോക്കുന്ന ആളായിരിക്കും, ഇടത്തെ ഭാഗത്തെ ആള് ഭൗതികമായ ലോകത്തേക്ക് നോക്കുന്ന ആളായിരിക്കും. രണ്ടുപേരും കുത്തുബിൽ നിന്നും മദദ് എടുത്തിട്ട് രണ്ട് ഭാഗത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഈ ലോകത്തേക്ക് നോക്കുന്ന ആളുണ്ടല്ലോ, അവരാണ് മറ്റേ ആളെക്കാൾ വലിയ ആൾ. അതുകൊണ്ട് തന്നെ കുത്തുബ് വഫാത്തായാൽ ഈ ആളാണ് ആ സ്ഥാനത്തേക്ക് കയറി നിൽക്കുക. വക്കാല ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, വഖദ് ജറത്തി സുന്നത്തുൽ ഇലാഹിയ്യ ഫിൽ കുതുബ്. അപ്പോൾ കുത്തുബിന്റെ ആരോഹണത്തിന്റെ സമയത്ത് അള്ളാഹുവിനൊരു സുന്നത്തുണ്ട്, അള്ളാഹുവിനൊരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ കല്യാണം നടക്കുന്ന രീതിയില്ലേ, അതുപോലെ അള്ളാഹ്ക്കൊരു സുന്നത്തുണ്ട്. കുത്തുബ് ആരോഹിക്കപ്പെടുമ്പോൾ ഇലാ വലിയൽ മക്കാം, കുത്തുബ് മക്കാമിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് അള്ളാഹ്ക്കൊരു ഒരു സുന്നത്തുണ്ട്, ഒരു രീതിയുണ്ട്. അതെന്താ? അൻ തഖൂമു ഫീ മജ്ലിസി മിൻ മജാലിസിൽ ഖുർബത്തി വത്തംകീൻ. ഈ തംകീനിന്റെയും ആത്മീയമായ സാമീപ്യത്തിന്റെയും ഒക്കെ സന്നിധിയെ അതിൻ്റെ ഒക്കെ അവസ്ഥ എത്തിച്ച ഉന്നതരായ മഹാന്മാരുടെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ കല്യാണമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ഒരു വിരുന്ന് സംഘടിപ്പിക്കുന്ന പോലെ ഉന്നതരായ ആരിഫീങ്ങൾ ഔലിയാക്കന്മാരുടെ മലായിക്കത്തിന്റെ അർവാഹുകളുടെ ഒരു മജ്ലിസ് ഉണ്ടാവും. ആ മജ്ലിസ് അള്ളാഹു സംഘടിപ്പിക്കും. യൻസുബ് ലഹു ഫീഹി തഹ്തൽ അദീം, അവിടെ വലിയ ഒരു സിംഹാസനത്തിലായിട്ട് കുത്തുബിനെ ആരോഹണം ചെയ്യും, വലിയ സിംഹാസനത്തിൽ. ലൗ നദറുൽ ഹൽഖ ഇലാ ബഹാഇഹി ലതാശത് ഉഖൂലുഹും, അവിടെ അതിൻ്റെ ഒരു വലുപ്പത്തിലേക്കും അതിൻ്റെ പ്രൗഢിയിലേക്കൊക്കെ സൃഷ്ടികൾ നോക്കിയാൽ അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടു. അത്രയും പ്രൗഢിയുള്ള സിംഹാസനം അവിടെ ഉണ്ടാവും. ഫയഖൂദ് അലി, അവിടെയാണ് കുത്തുബ് ഇരിക്കുക. വയഖിഫു ബൈന യദൈഹി ഇമാമീൻ, അദ്ദേഹത്തിന്റെ മുമ്പിൽ രണ്ട് ഇമാമുകൾ ഉണ്ടാവും, അതായത് നേരത്തെ മന്ത്രിമാർ. വയമുദ്ദു യദഹു ലിൽ മുബായ, അങ്ങനെ അദ്ദേഹം തൻ്റെ കൈ ബയ്യത്തിന് വേണ്ടി നീട്ടിക്കൊടുക്കും. ഉമറുൽ അർവാഹുൽ മലായിക്ക, മലക്കുകളുടെ അർവാഹുകളോട് ആ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പന നൽകപ്പെടും. വൽ ജിന്നു വൽ ബശറു റൂഹാനിയ ബിമുബായഅതി വാഹിദിൻ ബഅദ ബഅദ്. അപ്പൊ പിന്നെ ജിന്നുകളും റൂഹാനിയായ മനുഷ്യന്മാരും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പന നൽകപ്പെടുകയും ബയ്യത്ത് ചെയ്യുകയും ചെയ്യും. വലാ യുബായുഹു ഇല്ലാ അർവാഹുൽ മുതഹറത്തുൽ മുഖറബ, ഏറ്റവും സംശുദ്ധരായിട്ടുള്ള ഏറ്റവും അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള ആളുകളല്ലാതെ അവരെ ആ കുത്തുബിനെ ബയ്യത്ത് ചെയ്യൂല. ഒമിൻ ജുംലത്തിൽ മുബായീന ലഹു നബാതാത്ത്, അവരിലെ ആ ബയ്യത്ത് ചെയ്ത ആളുകളിൽ ജീവനില്ലാത്ത ബയ്യത്ത് ചെയ്ത ആളുകൾ വസ്തുക്കളിൽ പിന്നെ സസ്യങ്ങൾ വരെ ഉണ്ട്. അപ്പൊ അള്ളാഹു ആ ഒരു കുത്തുബിനെ ബയ്യത്ത് ചെയ്യാൻ ഒരാൾക്ക് ഒരു അവസരം നൽകിയാൽ ആ അവസരമാണ് പ്രപഞ്ചത്തിലൊരു മനുഷ്യന് അള്ളാഹു നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം. എന്നെക്കാൾ വലിയ സൗഭാഗ്യമല്ല. ഏറ്റവും സംശുദ്ധരായ ഏറ്റവും മുഖറബീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സൗഭാഗ്യം കൊടുക്കുള്ളൂ. അവർ അതിൽ ഇസ്തിഖാമത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ. വമിൻ സിഫാത്തിഹി ഇന്ദ ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു, മൊയ്തീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങളെടുത്ത് ആ കുത്തുബിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്, മഹാനവരുടെ അഭിപ്രായത്തിൽ കുത്തുബിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അന്നഹു മനഊതു ബിമആനി ജമീഅൽ അസ്മാ, അള്ളാഹുവിന്റെ എല്ലാ അസ്മാകളും അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളിൽ പെട്ടതായിരിക്കും. അതായത് അതിന്റെ തജല്ലി അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതിന്റെ തജല്ലി കേട്ടോ, അള്ളാഹുവിന്റെ അസ്മാകളുടെ തജല്ലി പൂർണ്ണമായി ഉൾക്കൊണ്ട ആളായിരിക്കും യഥാർത്ഥത്തിൽ കുത്തുബ്. തഹല്ലുക്കൻ വ തഹക്കുക്കൻ, അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായി മാറിയിട്ടുണ്ടാവും അള്ളാഹിന്റെ ഈ വിശേഷണങ്ങൾ. അതുപോലെ തന്നെ അതിനെ യാഥാർത്ഥ്യമായി അനുഭവിച്ചിട്ടുണ്ട്. വഹുവ മിറാത്തുൽ ഹഖ്, ഈ കുത്തുബിനെ നമുക്ക് എന്ത് വിളിക്കാം? അദ്ദേഹം ഹക്കിന്റെ കണ്ണാടിയാണെന്ന് പറയാം. അതായത് കണ്ണാടിയിലൂടെ നമുക്ക് നോക്കിയാൽ നമ്മൾ ഒന്നിനെ കാണും. പക്ഷെ കണ്ണാടിന്റെ പ്രത്യേകത എന്താ? കണ്ണാടി മുമ്പിൽ വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ കാണാം, പക്ഷെ അതിൽ കണ്ടോ വെച്ചാൽ കണ്ടില്ല, എന്നാൽ കണ്ടില്ല വെച്ചാൽ കണ്ടു, അങ്ങനെ പറയാലോ. അപ്പൊ ഹക്ക് വെളിവാകുന്ന കണ്ണാടിയാണ് കുത്തുബ്. കുത്തുബിലൂടെ നമുക്ക് അള്ളാഹിനെ കാണാം. അതിനർത്ഥം അള്ളാഹിൻ്റെ ഉള്ളിലുണ്ടെന്നല്ല, അള്ളാഹിന്റെ തജല്ലീനെ നമുക്ക് കുത്തുബിലൂടെ കാണാൻ പറ്റുള്ളൂ. കുത്തുബാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയിലേക്കുള്ള കണ്ണാടി. ആ കണ്ണാടിയിലൂടെ അല്ലാതെ ഒരാൾക്ക് ഒന്നും കാണാൻ കഴിയില്ല.
ആണ്. വഹുവ മിറാഅത്തുൽ ഹഖ്, ഹക്കിന്റെ കണ്ണാടിയാണ് കുത്തുബ്. വമഹല്ലുൻ നൂത്തുൽ മുഖദ്ദസ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ വിശേഷണങ്ങൾ വെളിവാകുന്ന ഒരിടം കൂടിയാണത്. ആ ഒരു സ്ഥലത്താണ് അള്ളാഹിന്റെ എല്ലാ വിശേഷണങ്ങളും വെളിവാവുക. വമഹല്ലുൽ മലാഹിരി അൽ ഇലാഹിയ, ഇലാഹിയായ മലഹർ, ഇലാഹിയായ മലാഹിറുകളുടെ വെളിവാകലുകളുടെ ഒരു സ്ഥലം കൂടിയാണത്. അതായത് അള്ളാഹുവിന്റെ തജല്ലി എല്ലാം വെളിവാകുന്നത് ആ ഒരു പോയിന്റിലാണ്. അതാണ് കുത്തുബിന്റെ മക്കാം. അപ്പോൾ സയ്യിദ്നാ ശൈഖുൽ തങ്ങൾ കുത്തുബാനത്തിൽ എത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ഒരു പൊസിഷനിലെത്തി നിങ്ങൾ മനസ്സിലാക്കരുത്. ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഒമിമ്മാ സിഫത്തുഹു മിഹി ഐളൻ, അതുപോലെ തന്നെ കുത്തുബിന്റെ വിശേഷങ്ങളിൽപ്പെട്ടതാണ്. ഇനിയുള്ള ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒമിമ്മാ വസഫഹു, കാരണം നമ്മൾ കുത്തുബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് വരിക ഭയങ്കര ഒരു സൂപ്പർമാൻ പോലത്തെ ഒരാളൊക്കെയാണ്. ഇങ്ങനെ ആകാശത്ത് കൂടി പടുക്കുക, എന്തും ചെയ്യുക, പറഞ്ഞതൊക്കെ നടത്തുക, അങ്ങനെയൊക്കെ ഉള്ള വലിയ ബാഹ്യമായ പ്രൗഢിയുള്ള ഒരാളാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ശരിക്കും കുത്തുബാനത്തിൽ എത്തുന്ന ആളുകളുടെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്തായിരിക്കും? വസഫഹു ബിഹി ഐളൻ, ആ കുത്തുബിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അന്നൽ ഗാലിബ അലൈഹിൽ ഖഫാ, അദ്ദേഹം എപ്പോഴും മറഞ്ഞിരിക്കുന്നതായിരിക്കും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതായത് അദ്ദേഹത്തിൽ കൂടുതൽ വെളിവാകുന്നത് മറഞ്ഞ അവസ്ഥയായിരിക്കും. അതായത് വെളിവാകുന്നത് അദ്ദേഹത്തിൽ അധികം കാണൂല. വെളിവാകാരണം എന്താ? അദ്ദേഹത്തിന്റെ സ്ഥാനത്തിനോട് യോജിച്ച രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുക, അതുണ്ടാവില്ല. നോർമൽ മനുഷ്യന്മാര് ഒന്നുമില്ലാതെ ഇങ്ങനെ മറിഞ്ഞിരിക്കുക. നോർമൽ മനുഷ്യന്മാരായി ജീവിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും കാണുന്നില്ല. ചില സമയത്ത് ഒരു പേടിക്കുന്ന പോലെ കാണിക്കുന്നു, ചിരിക്കുന്ന പോലെ നിൽക്കുന്നു, ചിലപ്പോൾ കരയുന്നു, പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലതിനൊക്കെ പിന്നാലെ പോകുന്നു, നമ്മളോട് ഹെൽപ്പ് ചോദിക്കുന്നു, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ, ഇദ്ദേഹമാണോ കുത്തുബ് എന്നൊക്കെ തോന്നിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുത്തുബിന്റെ പ്രത്യേകത തന്നെ എന്താണ്? കുത്തുബ് മറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഒരു മിറാക്കൾ കാണിക്കുക എന്നല്ല, അത്ഭുതം കാണിക്കുക എന്നല്ല, അദ്ദേഹത്തിന്റെ സ്ഥാനത്തോട് യോജിച്ച ഒരു കാര്യവും ഒരിക്കലും കാണിക്കുക എന്നല്ല. അധിക അവസ്ഥയിലും അദ്ദേഹം മറഞ്ഞിരിക്കുന്ന ആളായിരിക്കും. മറ പിടിക്കുന്ന ഒരു വിശേഷണം അദ്ദേഹത്തിനുണ്ടാവും. വഅന്നഹു മഹ്ഫൂദുൻ മിൻ ഹസായിനി ഗൈറത്തി, അദ്ദേഹം എപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. മിൻ ഹസായിനിൽ ഗൈറത്തി, ഗൈറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു അസൂയാണ്, ഒരു ദൈവീകമായ അസൂയന്റെ അതിന്റെ ഖജനാവിൽ സൂക്ഷിക്കപ്പെട്ടവനായിരിക്കും. അള്ളാഹുവിന്റെ ഗൈറത്തിൽ സൂക്ഷിപ്പിക്കപ്പെട്ടെന്നല്ല, അതിന്റെ ഖജനാവിൽ പൂട്ടിട്ട് സൂക്ഷിച്ച പറ്റ ആളായിരിക്കും അള്ളാഹു, ആ ഒരു മനുഷ്യനെ. അപ്പോൾ ഗൈറത്തിന്റെ പ്രത്യേകത എന്താ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല വേറെ ആളതൊക്കെ അറിയുന്നത്, അള്ളാഹ് മാത്രമേ അറിയുള്ളൂ ആ ആളെ. മുൽത്തഖിഫുൻ ബി അർദിയത്തി സൗൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുൽത്തഖിഫുൻ, അള്ളാഹു അവരെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടാവും. ബി അർദിയത്തി സൗൻ, അള്ളാഹിന്റെ മേലങ്കിയുടെ സംരക്ഷണത്തിൽ. ഇപ്പൊ നമ്മൾ ഉമ്മമാരൊക്കെ കുട്ടികളിങ്ങനെ പൊതിഞ്ഞു വെക്കൂലേ, ഇപ്പൊ എന്തെങ്കിലും എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലാക്കാൻ കുറച്ചും കൂടി തന്നെ നമ്മൾ ഈ പെണ്ണുങ്ങളൊക്കെ ഈ അബായ പോലത്തെ ഡ്രസ്സ് ഇടല്ലേ, ഇങ്ങനെ മുമ്പ് ഇങ്ങനെ തുറന്ന്, അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങോട്ട് ആരും കാണരുതെന്ന് വിചാരിച്ചാൽ കുട്ടീൻ്റെ ഉള്ളിലോട്ടാക്കി ഇങ്ങനെ പൊതിഞ്ഞു വെക്കാമല്ലോ, കാണൂല. അതേപോലെ പണ്ടൊക്കെ പുതപ്പ് കൊണ്ട് പൊതിയുന്ന പോലെ ഉണ്ടോ. അതിന് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വെക്കണ പോലെ. മുൽത്തഹിഫുൻ ബി അർദിയത്തി സൗൻ, അള്ളാഹിൻ്റെ വസ്ത്രം കൊണ്ട് അള്ള അങ്ങനെ പൊതിഞ്ഞ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചായിരിക്കും. ആർക്കും ചിലപ്പോൾ അവരെ അടുക്കാൻ പറ്റൂല, അതറിയാൻ പറ്റും, അള്ള ഉദ്ദേശിക്കാത്തവരല്ലാതെ. ലാ തഅ്തരീഹി ശുബ്ഹത്തുൻ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ലാ തഅ്തരീഹി ശുബ്ഹത്തുൻ, ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഹക്കിനെ കുറിച്ചോ ദീനിനെക്കുറിച്ചോ ദീനിന്റെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. നമുക്കൊക്കെ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. സംശയം നിവാരണം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം, ആ മനുഷ്യനൊരു സംശയം ഉണ്ടാവില്ല. വലാ യഖ്തുറു ലഹു ഹാത്തിറുൻ യുനാഖിസു മഖാമഹു, അദ്ദേഹത്തിന്റെ മഖാമിനോട് യോജിക്കാത്ത ഒരു ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മഖാമിനോട് യോജിക്കാത്ത ഒരു ചിന്ത അതുപോലെ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കസീറുൻ നിക്കാഹി റായിബുൻ ഫീ എന്ന് പറയുന്നതിലൊന്നും കരുതരുത്. കസീറുൻ നിക്കാഹ്, അദ്ദേഹം ഒരുപാട് കല്യാണം കഴിക്കുന്ന ആളായിരിക്കും. റായിബുൻ ഫീഹി,
ആ കല്യാണത്തിനോട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷേഖ് എത്രയോ കാലത്തോളം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാന കാലം റസൂലുള്ളാഹിയുടെ കൽപ്പന പ്രകാരം ആണ് മൂപ്പര് 4 കല്യാണം കഴിക്കുന്നതും 40ഓളം കുട്ടികളുണ്ടാവുന്നതൊക്കെ. നമ്മൾ മശായിഖുമാരൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, അവരൊക്കെ ഒരുപാട് കല്യാണം കഴിച്ചവരാണ്. പിന്നെ ഇബ്രാഹിം നിയാസ് തങ്ങൾക്ക് 75 മക്കൾ, അതിലും കൂടുതൽ മക്കളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. ഒരുപാട് അടിമ സ്ത്രീകളായിട്ടും അല്ലാതെയൊക്കെ കല്യാണം കഴിച്ചവരാണ്. മഹാന്മാരായ കുത്തുബാനിയത്തിലെത്തിച്ച ഔലിയാക്കന്മാരിലൊക്കെ നമുക്ക് ഈ വിശേഷണം കാണാൻ പറ്റും. പ്രത്യേകിച്ച് ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കിതാബ് നമ്മൾ നാൾ വിശദീകരിച്ചിരുന്നു. ആരിഫീങ്ങൾക്ക് കല്യാണം കഴിക്കുന്നത് അവർക്ക് വലിയൊരു സുന്നത്താണ്. അത് എന്നാൽ കുത്തുബാനിയത്തിലെത്തിച്ച ഒരാളാണ്, അത് കുറച്ചും കൂടി കൂടുതലാണ്. അവരൊരുപാട് കല്യാണം കഴിക്കുന്നവർ, കസീർ നിക്കാഹ്, അവരൊരുപാട് കല്യാണം കഴിക്കുന്നവരായിരിക്കും. റായിബുൻ ഫീ, അതിനോട് ഭയങ്കര കൊതിക്കുന്നവരായിരിക്കും, ഇഷ്ടപ്പെടുന്നവരായിരിക്കും, കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കല്യാണം നമ്മളുണ്ട് ഏതെങ്കിലും ഒരു ഷെയ്ഖൊക്കെ കല്യാണം കഴിക്കാൻ ചോദിച്ചു എന്ന് കരുതുക, ഓന ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആൾ, എന്താ പോന് കല്യാണം കഴിക്കാനൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്ന് മൂപ്പര് അങ്ങനെ ആ ചിന്തയിൽ തന്നെ ജീവിക്കുന്ന ആളായിരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കില്ല അങ്ങനെ ചോദിച്ചത്. എന്തൊരു മോശം, മൂപ്പര് അള്ളാൻ്റെ ആളെന്നൊക്കെ പറഞ്ഞ് എന്തർത്ഥമുള്ളത് എന്നൊക്കെ ചോദിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കത്തുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ 3-4 കത്തുകൾ മൊത്തം ഷെയ്ഖ് കല്യാണാലോചന നടത്തുന്നതും കല്യാണത്തിന് ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചതും ഇതൊക്കെയാണ്. അതിൽ ഒരു കത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. നോക്കുമ്പോൾ അതിൽ ഒരു ഷെയ്ഖ് ഒരു മുരീദിന് കത്ത് എഴുതാണ്. ആ കത്ത് എഴുതുന്നതിൽ ഷെയ്ഖ് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുക, ഞാൻ ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ മഹർ അയക്കുന്നുണ്ട്, അവളായിട്ട് ഇങ്ങനെ കൂട്ടി വരണം എന്നാണ്. എന്നിട്ട് ഒരു ദിവസം പറയും, ആ ദിവസം കല്യാണം നടത്തണം. അതിന് കല്യാണം നടത്തുമ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരെ ലിസ്റ്റ് പറഞ്ഞു. ആ ലിസ്റ്റിൽ ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചു. ഇമ്മണ്ടല്ലോ, നമ്മൾ ഇന്ന ഫാമിലി ഇന്ന ആൾ വിളിക്കും, നമ്മൾ ആ നാട്ടിലുള്ളവരെ ഇന്ന ആൾ വിളിക്കും, വാപ്പൻ്റെ ഫാമിലി, ഇമ്മൻ്റെ ഫാമിലി, അളാപ്പൻ്റെ, അവരെ എങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ ലിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഷെയ്ഖ് ഇങ്ങനെ ഫാമിലി ലിസ്റ്റ് ചെയ്താണ്. ആ ലിസ്റ്റ് ചെയ്തതിന് ഓരോ ആളുകൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആളെ വിളിക്കാൻ. ഒരു ഫാമിലിയിൽ വിളിക്കാൻ ഏൽപ്പിച്ച സ്വന്തം മോൻ തന്നെയാണ്. ഉപന്യാസങ്ങളൊരു മോനെയാണ് ഓരോ ഉപന്യാസങ്ങൾ കല്യാണത്തിന് ആൾക്കാർ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ കാണിക്കാൻ എന്ത് ഷെയ്ഖാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അതേപോലെ കസീറൻ നിക്കാഹ് റായിബൻ ഫീ, ആ കുത്തുബാനിയത്തിലെത്തിച്ച ഒരാൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്, അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ് കസീർ നിക്കാഹ്. അദ്ദേഹം ഒരുപാട് കല്യാണം കഴിക്കും. റായിബൻ ഫീ, ആ കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, അതിനെ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. യുവഫി തബീഅത ഹഖഹ, അത് യുവഫി തബീഅത ഹഖഹ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അവന് അതിന് വേണ്ട കാര്യങ്ങൾ നൽകുന്ന ആളായിരിക്കും. അലാ ഹദ്ദിൽ മശ്റൂഇ ലഹു, പരിശുദ്ധമായ ശരീഅത്ത് എന്താണോ അവനോട് അവർക്ക് അതിൻ്റെ ലിമിറ്റ് എന്താണോ അവർക്ക് നൽകിയത്, ആ ലിമിറ്റിനനുസരിച്ച് ആ ശരീഅത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. ശരീഅത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണ്? ഭക്ഷണം കൊടുക്കുക, ഉറക്ക്, ഭക്ഷണം, വസ്ത്രം, അതിനെന്തൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഒരു കുത്തുബ് ഉറങ്ങാൻ പോയി. കുത്തുബ് ഉറങ്ങിയേ, അല്ലോ നമ്മുടെ നാട്ടിലൊരു ഉസ്താദുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു താത്തുണ്ട്, ഒരു രാത്രി ഉറങ്ങാൻ തന്നെ ഇല്ല. അപ്പോൾ കുത്തുബ് എങ്ങനെ ഉറങ്ങണേ എന്ന് ചിന്തിക്കേണ്ട. കുത്തുബ് അതപ്പോൾ ഒരു നല്ല ഡ്രസ്സ് എടുത്തു കുത്തുബ് എന്ന് കരുതാം. ഒരു കുത്തുബ് എന്നുള്ള ഒരാൾ ഉണ്ട്, അദ്ദേഹം നല്ല ഡ്രസ്സ് വാങ്ങി. എങ്ങനെ മൂപ്പരൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടെടുക്കുക, അതിൻ്റെയൊക്കെ ഒരു ഭ്രമത്തിലല്ലേ മൂപ്പർ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരിശുദ്ധമായ ശരീഅത്ത് അനുവദിച്ച എല്ലാ ലിമിറ്റിലും അവർക്ക് അതൊക്കെ കൊണ്ടെടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. അതുകൊണ്ടൊന്നും അവർ കുത്തുബാനിയത്തിലൊന്നും സംഭവിക്കില്ല. യുവഫി തബിയ മാത്രമല്ല, അധികാരമുണ്ടെന്ന് മാത്രമല്ല, അവർ അധികം അങ്ങനെ ചെയ്യുക. അവരുടെ ബാഹ്യമായ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും ശരീഅത്ത് അനുവദിച്ച രൂപത്തിൽ. വയോഫി റൂഹാനിയത്തൻ ഹഖഹ അലാ ഹദ്ദിൽ ഇലാഹി, അതുപോലെ തന്നെ അവർ റൂഹിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും ഇലാഹിയായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ. വഖാല ഫി വസ്ഫി ഐലൻ, ഇനി ഈ ഒരു കുത്തുബിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കുത്തുബാനത്തൊക്കെ നോക്കുമ്പോൾ ഇതാണ് ശരിക്കും കുത്തുബ്. നമ്മൾ വിശേഷണമൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്തോ ഒരു കാര്യം ചിന്തിച്ചു, എന്താ ഷെയ്ഖ് അത് അറിയാത്തത്, എന്താ ഷെയ്ഖ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാത്തത്, ഇപ്പോൾ ഷെയ്ഖിനെ കാണാൻ ഞാൻ പോയി നിന്നു, ഞാൻ നോക്കി, എന്നിട്ടും ഷെയ്ഖ് എന്തിനാ എന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്, എന്താ എന്നെ വിളിക്കാത്തത്, എന്താ എനിക്കൊന്നും തരാത്തത്, അങ്ങനെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുത്തുബിൻ്റെ വിശേഷണങ്ങളൊക്കെ എങ്ങനെ. പക്ഷേ യഥാർത്ഥത്തിൽ മഹാന്മാരെ കുത്തുബിൻ്റെ വിശേഷണങ്ങളായി പറഞ്ഞാൽ എന്താ നോക്കൂ,
വഖാല ഫീഹി അയ്ളൻ ഖുതുബിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് ഹാലുഹു ഉബൂദിയത്തുൻ, അദ്ദേഹത്തിൻ്റെ ഹാലെപ്പോഴും ഉബൂദിയത്തിലായിരിക്കും. അള്ളാൻ്റെ ഒരു അടിമ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, അള്ളാൻ്റെ അടിമ എങ്ങനെയാണോ ആവേണ്ടത്, അതുപോലെ ആ അടിമത്വത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് അവരുടെ പണി തന്നെ, വേറൊന്നുമല്ല. അടിമത്വത്തിൽ നിലനിൽക്കുക. വൽ ഇഫ്തിഖാർ എപ്പോഴും അള്ളാഹിനെ തൊട്ട് ആവശ്യക്കാരനായി നിലനിൽക്കുക. അള്ളാഹ് എനിക്കിത് ഇത് വേണം, എനിക്കിത് വേണം, എനിക്കിതൊന്നുമില്ല, അങ്ങനെ വേണം, ഞാൻ ആ ബലഹീനനാണ്, ഒന്നുമില്ല എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് എപ്പോഴും ആവശ്യക്കാരനായി നിലകൊള്ളുക, ഉബൂദിയത്തിലായി നിലകൊള്ളുക. മാത്രമല്ല വയുഖബ്ബിഹുൽ ഖബീഹ് വയുഹസ്സിനുൽ ഹസൻ, അദ്ദേഹം എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും മോശമെന്ന് കരുതുന്ന ആളും വഹസ്സിനുൽ ഹസൻ, എല്ലാ നല്ല കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് മനസ്സിലാക്കുന്ന ആളായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം. വഖാല ഫീ വസ്ഫി അയ്ളൻ, ഇനി ഈ കുത്തുബിൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. ഈ വിശേഷണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടും ശരിക്കും. കുത്തുബിൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. ഇന്നഹു ലാ യറാ മിൻ അഷിയാ ഇല്ലാ വജ്ഹുൽ ഹഖ് ഫീഹ, അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും കാണൂല, ആ കാണുന്നതിലൂടെ അള്ളാഹിൻ്റെ വജീഹിനെ കണ്ടിട്ടല്ലാതെ. അപ്പോൾ ഏത് വസ്തുവിനെ അള്ളാഹിൻ്റെ വജീഹിനെ കാണുന്ന പോലെ അദ്ദേഹം കാണും. വയളഉൽ അസ്ബാബ വയുഖീമുഹ, അദ്ദേഹം എപ്പോഴും അസ്ബാബുകളെ സ്ഥിരപ്പെടുത്തും. വയുഖീമുഹ, അതിലായിട്ട് അദ്ദേഹം നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ ഔലിയാക്കന്മാർ വലിയ ആൾക്കാരെന്ന് പറയുമ്പോൾ കാണുന്ന അസ്ബാബുകളെ തകർത്ത് കളയുന്നവനാ. നമ്മളൊക്കെ എന്തെങ്കിലും നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ മൂപ്പര് അറിയണം, അറിഞ്ഞിട്ട് നമ്മളോട് ഞാൻ ചോദിക്കാതെ തന്നെ പറയണം, കേൾക്കാതെ തന്നെ നമ്മളൊന്നും പറയാതെ ആ വിഷയങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് തരണം. ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ കുത്തുബിൻ്റെ വിശേഷണത്തിൽ ഒരാൾ എപ്പോഴും അസ്ബാബുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. നിങ്ങളങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നോ, എനിക്കറിയില്ല, ഞങ്ങൾ പറയായിരുന്നില്ലേ, ഇന്ന് ഫോൺ വിളിക്കായിരുന്നില്ലേ, ഞാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ എന്താ, അത് അസ്ബാബിനെ സ്ഥിരപ്പെടുത്തുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരോട് പറയാ, നിങ്ങൾ ഫോൺ ചെയ്യാതെ എനിക്ക് അറിയാൻ പറ്റൂല, നിങ്ങൾ ഫോൺ ചെയ്യണം, നിങ്ങൾ കത്തയക്കണം, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം, അപ്പോഴെനിക്ക് സംഭവം റെഡിയാവുള്ളൂ. അങ്ങനെ അസ്ബാബുകളെ സ്ഥിരപ്പെടുത്തുക. എല്ലാ അസ്ബാബ്, ഈ അസ്ബാബുകളെ കാര്യകാരണങ്ങളെ സ്ഥാപിക്കുക എന്നുള്ളത്, കാര്യകാരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതല്ല. ഓരോന്നിനും ഒരു കാര്യം ഉണ്ടല്ലോ. എല്ലാത്തിനും നമ്മൾ ഒരു നാട്ടൻ രീതികളുണ്ടല്ലോ, അതൊക്കെ ഓരോ രീതികളല്ലേ. ആ രീതികളെ സ്ഥാപിക്കുക എന്നുള്ളത് കുത്തുബിൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. വയുഖീമുഹ, അതിലായി നിലനിൽക്കലും, ആ രീതികളെ ബ്രേക്ക് ചെയ്യലല്ല. അതായത് ഒരു കറാമത്തും കാണിക്കാതിരിക്കുകയാണ്, ബാഹ്യമായിട്ട് നല്ല നോർമലായി നടക്കുക. വയദുല്ലു അലിഹ, മൂപ്പരങ്ങനെ ചെയ്യുക എന്ന് മാത്രമല്ല, വയദുല്ലു അലിഹ വയജ്രി ബിഹുക്മിഹ വയദുല്ലു അലിഹ, ആളുകൾ അതിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യും. വയജ്രി ബിഹുക്മിഹ, എന്നിട്ട് അതിൻ്റെ നിയമങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയമങ്ങളാക്കി മാറ്റുകയും ചെയ്യും. ബാഹ്യമായ സബബുകൾ ഉണ്ടാവില്ല, നാട്ടിലത്തെ ഒരു സിസ്റ്റവും കാര്യങ്ങളും രീതികളും കാരണങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളാക്കും, അതിലേക്ക് ആളുകളെ മാർഗദർശനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ അറിയും. അതില്ലേ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, എനിക്ക് അസുഖമായി കിടക്കുന്ന സമയത്തൊക്കെ ഷെയ്ഖ് വന്നിട്ട് ഞാൻ രോഗം മാറ്റിയെന്നല്ലോ പറയാം, വേഗം കൊണ്ടുപോകും, കൈ പിടിക്കും, ഡോക്ടറെ വിളിക്കുക, ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യും, മരുന്ന് കുടിക്കുക. അത് മരുന്ന് കുടിച്ചിട്ടില്ലേ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, ഇതൊക്കെ ഷെയ്ഖ് ചോദിക്കുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുമ്പോൾ എന്താ ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഷെയ്ഖ് ഒരൊറ്റ സമയം കൊണ്ട് ഇല്ലാണ്ടാക്കണം, ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. കുത്തുബാനത്തിലെത്തിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹം സബബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിലേക്ക് ആളുകളെ മാർഗദർശനം ചെയ്യും, എന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ രീതിയാക്കി മാറ്റും. വയഞ്ചിലു ഇലേഹ ഹത്ത, ആ ഒരു സബബുകളിലേക്ക്, കാരണങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി വരും. ഹത്ത എത്രത്തോളം തന്നാൽ തഹ്കുമു ഫീഹി വതുഅസ്സിറു ഫീഹി, എത്രത്തോളം തന്നാൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നത് വരെ ആ സബബുകളാണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ, അദ്ദേഹത്തിന് വരെ നിയന്ത്രിക്കുന്ന ഈ കാരണങ്ങളാണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ. വയസ്സിറു ഫീഹി, അദ്ദേഹത്തിന്റെ മുകളിൽ സ്വാധീനം ചെലുത്തുന്നതും ഈ കാരണങ്ങളാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ അദ്ദേഹമായി മാറുന്നു. അദ്ദേഹത്തിന്റെ ഈ സബബുകളെ പിന്നാലെ പോകുന്ന പരിപാടി എത്രത്തോളം ആവുമെന്ന് പറഞ്ഞാൽ അത് ആണ് അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നതെന്ന് തോന്നിപ്പോവും. അത് അദ്ദേഹത്തിന്റെ മുകളിൽ
സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് തോന്നിപ്പോകുന്നു. ആകെ തുക പറഞ്ഞാൽ അദ്ദേഹം ഒരു നാടൻ മനുഷ്യനായിരിക്കും. കുത്തുബാനിയത്തിൽ എത്തിച്ച ഒരു മനുഷ്യൻ്റെ ഇതാണ് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ. ഇനി ഏതെങ്കിലും ഒരു കുത്തുബിന് വ്യത്യസ്തമായ ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് എക്സെപ്ഷനാണ്. അതായത് ഒരു എന്താ പറയുക, സാധാരണ അങ്ങനെയല്ല. സാധാരണ ഇങ്ങനെയാണ്, അത് അസാധാരണമായ സംഭവമാണ്. സാധാരണഗതിയിൽ ഏതൊരു കാലഘട്ടത്തിൽ കുത്തുബ് ഉണ്ടാവുന്നത് ഈ രൂപത്തിലായിരിക്കും. ഒരു സാധാരണ മനുഷ്യനായിട്ടായിരിക്കും. അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ ചിന്തിച്ചിട്ടും കാര്യമില്ല, എത്ര പ്രയത്നിച്ചിട്ടും കാര്യമില്ല, ഒന്നും മനസ്സിലാവില്ല. കാരണം അദ്ദേഹം സാധാരണത്തിൻ്റെ അപ്പുറത്തമായി ഒന്നും ചെയ്യുന്നുണ്ടാവും. എന്നാൽ അസാധാരണ ആണേനും നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. കാലഫീദാലിക്കായതൻ, അതുപോലെ തന്നെ ഒരു കുത്തുബിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. ഇൻകാനദാ ദുന്യൻ സർവത്തിൻ, അദ്ദേഹത്തിന് നല്ല ദുനിയാവുണ്ടെന്ന് കരുതാം. അതായത് നല്ല ദുനിയാവും സമ്പത്തൊക്കെ ഉണ്ടെന്ന് കരുതാം. തസറഫു അബ്ദൻ ഫി മലിക്കി സയ്യിദുൽ കരീം, അദ്ദേഹം അതുകൊണ്ട് കാര്യകർത്തവ്യം നടത്തും. എങ്ങനെ നടത്തും? ഒരു യജമാനന്റെ അടിമ ചെയ്യുന്നത് പോലെ. ഒരു വീട്ടിൽ വലിയ സമ്പന്നനായ യജമാനനുണ്ട്. ആ യജമാനന് ഒരാളെ ഏൽപ്പിച്ചു പോയതാണ് ഇതൊക്കെ നോക്കി നടത്താൻ. എങ്ങനെ അങ്ങനെ നോക്കി നടക്കുക? അതേപോലെ സമ്പന്നനായ ഒരാളാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം ആ സമ്പത്തിനെ വിനിയോഗിക്കുക അങ്ങനെ ആയിരിക്കും. വൈലം യക്കുല്ലഹു ദുനിയ, ഇനിയിപ്പോൾ ഒരു കുത്തുബിന് ദുനിയാവ് ഉണ്ടാവാൻ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ പാവപ്പെട്ട ആളായിരിക്കും. ഇത് കുത്തുബിനെ പറ്റി പറയുന്നുണ്ട്, ഏതെങ്കിലും ഔലിയാക്കന്മാരെ കുറിച്ചല്ല. വൈലം യക്കുല്ലഹു ദുനിയ, അദ്ദേഹത്തിന് ദുനിയാവില്ലാന്ന് കരുതുക. വഖാന അലാമാ യഫ്തഹല്ലാഹ്, അദ്ദേഹം ജീവിക്കുന്ന അള്ളാഹു എന്താണോ അദ്ദേഹത്തിന് നൽകിയത് അതിനനുസരിച്ചായിരിക്കും. ലം തസ്തശ്രിഫ് ലഹു നഫ്സൻ, അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ നഫ്സ് ഒരിക്കലും അതിന് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കുതിക്കൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിൽ എന്നൊന്നും കൊതിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന പരിപാടിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ബല്ലി യഖസിദു ബി നഫ്സിഹി ഇൻദൽ ഹാജത്ത് ബൈത്തു സാദിഖ്, ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ അദ്ദേഹത്തിന് വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഒരാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും. ഒന്നാഴ്ചക്ക് ഒരു വലിയ, ഇദ്ദേഹം ഒരു ഔലിയാണോ? ഒരാവശ്യം വന്നപ്പോൾ നേരെ സുഹൃത്തിന്റെ വീട്ടിൽ പോയത്. ഇത് ഔലിയാനെ പറ്റിയല്ല പറയുന്നത്, ഔലിയാക്കന്മാരെ മുഴുവൻ നേതാവ്. കാലഘട്ടത്തിന്റെ ഔലിയാക്കന്മാരൊക്കെ നിലനിൽക്കുന്നത് ഈ മനുഷ്യനെ കൊണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു ആവശ്യം ഉണ്ടായാൽ അദ്ദേഹം ആ ആവശ്യവുമായിട്ട് സ്വന്തം സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും. യഅ്റുദു അലൈഹി ഹാജത്തൻ തബീഅത്തൻ, തന്റെ ശരീരത്തിന്റെ ഈ ആവശ്യങ്ങൾ ആ സുഹൃത്തിനോട് പോയി പറയും. കശഫീ ലഹാ ഇൻദഹു, ഏതുപോലെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യുന്നത് പോലെ. ഫയതനാബലു ലഹാ മിൻഹു ഖദ്റ മാ യഹ്താജു ഇലൈഹി, എന്നിട്ട് അദ്ദേഹം ആ സുഹൃത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമായത് എടുക്കും. സുഹൃത്തിനോട് പറയും എനിക്ക് ഇങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ ആ ആവശ്യത്തിന് എന്താണോ ആ സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് അതെടുക്കും. വയൻ സരിഫ്, എന്നിട്ട് അദ്ദേഹം എടുത്തു കഴിഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്യും. ലാ യജ്ലിസു അൻ ഹാജത്തി ഇല്ലാ ലി ദറൂറത്തി, അത്യാവശ്യത്തിനല്ലാതെ അവിടെ ഇരിക്കുന്ന പരിപാടി മൂപ്പർക്ക് ഉണ്ടാവില്ല. സുഹൃത്തിൻ്റെ അടുത്ത് പോയി എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് പറയും, ആ ആവശ്യത്തിന് മൂപ്പരെന്തെങ്കിലും കൊടുത്താൽ വാങ്ങും, പോവും, വേറൊന്നും ഉണ്ടാവില്ല. അവിടെ കുറെ ഇങ്ങനെ മൂപ്പരെ പിന്നാലെ കൂടുന്ന പരിപാടിയൊന്നും ചെയ്യില്ല. ഫൈദ അലം യജിദ്, ഇനിയിപ്പോൾ ഒരു സുഹൃത്തിനെയും കണ്ടെത്തിയില്ല എന്ന് കരുതുന്നു. മൂപ്പർക്ക് ഒരു ആവശ്യം വന്നു, ഒരു സുഹൃത്തിനെയും കണ്ടെത്തിയില്ല എങ്കിൽ ലജാ ഇലല്ലാഹി ഫി ഹാജത്തി തബിഅത്തിഹി, സ്വന്തം ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അള്ളാഹിലേക്ക് മടങ്ങും. ലിഅന്നഹു മസ്ഊലുൻ അൻഹാ, അങ്ങനെ അദ്ദേഹം ആ ആവശ്യം അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കും. അള്ളാഹു എനിക്ക് ഈ ആവശ്യം ഉണ്ടായിരുന്നു, അത് നടക്കണ്ടേ, ഇത് ഇങ്ങനെ ചോദിക്കും അള്ളാഹിനോട്. ലികൗനിഹി വലിയൻ അലൈഹ, എന്തിനാണ് അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? കാരണം ഈ ശരീരത്തിന്റെ വലിയാണ് അദ്ദേഹം. ശരീരത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സുമ്മ എന്തതിറു, എന്നിട്ട് എനിക്കിപ്പോ കിട്ടിയാൽ മതിയാവുന്നാണോ അദ്ദേഹം പറയാം? ഒരിക്കലുമില്ല. സുമ്മ എന്തതിറു ഇജാബത്ത് മിനല്ലാഹി ഫീമാ സഅലഹു, അദ്ദേഹം ചോദിച്ച വിഷയത്തിന് ഇങ്ങനെ ഒരു ഇജാബത്ത്, ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ കാത്തു നിൽക്കും. ഈ ചോദിക്കും ഇങ്ങനെ കാത്തുക്കും, ചോദിച്ചും ഇങ്ങനെ കാത്തുക്കുക തന്നെ, എത്ര വേണമെങ്കിലും കാത്തുക്കുക. ആ രൂപത്തിൽ അദ്ദേഹം നിൽക്കും. ഫൈൻ ഷാ ആതാഹു മാ സഅല ആജിലൻ ഔ ആജിലൻ, അള്ളാഹു ചിലപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും, ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം നൽകിയെന്ന് വരില്ല, കുറെ കഴിഞ്ഞിട്ടും. ഇപ്പം നമ്മൾ കുത്തുബ് ദുആ ചെയ്തു, നടന്നിട്ടില്ല, എന്താ പെട്ടെന്ന് നടക്കാത്തത്?
കുത്തുബല്ല അദ്ദേഹം അങ്ങനെ നടത്തല്ല വേണ്ടത്, അങ്ങനല്ല. അദ്ദേഹം ഈ അടിമത്വത്തിലാണ് നിൽക്കുക. അദ്ദേഹം ചോദിക്കും അള്ളാഹു ഇഷ്ടമുള്ള സമയത്ത് തരട്ടെ, ആ രൂപത്തിലായിരിക്കും. മർത്തബത്തുഹു ഇൽഹാഉ ഫീ സുആലി, അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്ന, അള്ളാഹുവോട് ഇങ്ങനെ ചോദിക്കുന്ന അവസ്ഥയിലായിരിക്കും അദ്ദേഹം എപ്പോഴും ഉണ്ടാവുക. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ മർത്തബ. ഫി ഷഫാഅത്തി ഫി ഹഖ് തബിയാത്തിഹി, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഷഫാഅത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവോട് ഇങ്ങനെ ചോദിക്കുന്ന അവസ്ഥയിലായിരിക്കും അദ്ദേഹം എപ്പോഴും ഉണ്ടാകുക. ഹിലാഫി അസ്ഹാബിൽ അഹ്വാൽ, ഇതിന് വിപരീതമാണ് മറ്റ് ഔലിയാക്കന്മാരുടെ അവസ്ഥ. അതായത് ഇതിന് ഖിലാഫ് അസ്ഹാബിൽ അഹ്വാൽ, ഇതിന് വിപരീതമാണ് മറ്റ് ഔലിയാക്കന്മാരുടെ അവസ്ഥ. മറ്റ് ഹാലുകളുള്ള ഔലിയാക്കന്മാരുടെ അവസ്ഥ ഇതിന് വിപരീത. എന്താ വിപരീതമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഫൈന ഷിയാഹ തകൂനു അൻ ഹിമമിഹിം, കാരണം ആ മറ്റ് ഔലിയാക്കന്മാരുടെ അവസ്ഥ എന്താ? അവരെ ഹിമ്മത്ത് കൊണ്ടാണ് ഈ വസ്തുക്കൾ ഉണ്ടാവുന്നത്. ആ ഒരവസ്ഥയിലേക്ക് അവർ. ഈ കുത്തുബാണെങ്കിൽ അള്ളാഹുവെ എനിക്കിത് വേണ്ടിയിരുന്നു, എനിക്ക് ചോറ് കിട്ടിയില്ല 2 ദിവസമായിട്ട്, എനിക്ക് ചോറ് വേണ്ടിയിരുന്നു, എനിക്ക് വീട്ടിൽ ഭക്ഷണമില്ല, മക്കൾക്ക് വിശക്കുന്നുണ്ട്, പിന്നെ വീടില്ല, അത് ഇങ്ങനെ അള്ളാഹോട് ഇങ്ങനെ ചോദിച്ച് അള്ളാഹിൻ്റെ ഉത്തരം പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയായിരിക്കും കുത്തുബ്. അതേസമയം കുത്തുബല്ലാത്ത, കുത്തുബിനെ കൊണ്ട് ജീവിക്കുന്ന മറ്റ് ഔലിയാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും അറിയാം? കുൻ ഫയക്കുന്നായിരിക്കും. ഓരോ ഉദ്ദേശിച്ചാൽ നടക്കും. എനിക്കിപ്പോൾ ഒരു ഭക്ഷണം വന്നാൽ ഓരോ മുമ്പിലുണ്ടാവും ഭക്ഷണം, കുൻ ഫയക്കുന്നുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാൽ ഈ ഇവരൊക്കെ നേതാവായ ആൾക്കാർ ഇങ്ങനെ യാചിക്കുന്നുണ്ട്. അവര് ആ കുത്തുബല്ലാത്ത മറ്റു ഔലിയാക്കന്മാരുണ്ടല്ലോ, അവർക്ക് അവരുടെ രീതി തന്നെ അസ്ബാബുകൾ പൊളിക്കുക എന്നുള്ളതായിരിക്കും. അതായത് കാരണങ്ങൾ അവരിൽ നിന്നും ഇല്ലാണ്ടാവും. അവർ ഈ കാരണങ്ങളിലേക്ക് വെക്കൂല. അവർക്ക് എവിടേക്കും പോവാം, എന്തും ചെയ്യാം, പറക്കാം, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാം, ഭക്ഷണങ്ങൾ എവിടെ നിന്ന് വരാം, എന്ത് രൂപത്തിൽ സംസാരിക്കാം, മറിഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ മറ്റേ ആൾക്കും പറ്റും. പക്ഷെ മറ്റേ ആൾ അങ്ങനെ ജീവിക്കൂല. ഈ ഔലിയാക്കന്മാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കും കൂടുതലും. കുത്തുബ് ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും ജീവിക്കില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഏറ്റവും നാടനായ ഒരു മനുഷ്യൻ, നമ്മുടെ നാട്ടിൽ നാടനായ ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുക അതേപോലെ ജീവിക്കും. ഫഹും റബ്ബാനിയൻ, ഈ മറ്റു ഔലിയാക്കന്മാരൊക്കെ റബ്ബാനിയായിട്ടാണ് ജീവിക്കുക. അവരിങ്ങനത്തെ ഒരു ഹാലിലായിരിക്കും ജീവിക്കുക. എന്നാൽ ഒരു കുത്തുബാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നാടൻ മനുഷ്യനായിട്ടായിരിക്കും ജീവിക്കുക. അദ്ദേഹത്തിന് എന്നുണ്ടാവില്ല അങ്ങനത്തെ ഈ അമാനുഷികമായ അത്ഭുതകരമായ പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹത്തിന് വളരെ കുറവേ കാണാൻ പറ്റും. പിന്നെ എല്ലാ കുത്തുബും വെളിപ്പെടുമോ ഓരോ കാലഘട്ടത്തിലും അവർ ജീവിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും കുത്തുബ് വെളിപ്പെട്ടിട്ട് തന്നെയുള്ളത്. അതായത് കുത്തുബ് മനുഷ്യരൂപത്തിൽ ഇവിടെ നടന്നിട്ട് തന്നെയുണ്ട്. അള്ളാഹു പറഞ്ഞു ഫാലമോ അന്ന ഫീക്കും റസൂലുള്ളാഹ്, നിങ്ങൾ അറിയണം, ഫാലമോ നിങ്ങൾ അറിയണം, അന്ന ഫീക്കും റസൂലുള്ളാഹ്, നിങ്ങളിടയിൽ റസൂലുണ്ട്. ഫീക്കും നിങ്ങളിടയിൽ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴുണ്ട് കുത്തുബ് ഇവിടെ ഉണ്ട്. പക്ഷേ കുത്തുബ് വെളിപ്പെടുന്ന വെച്ചാൽ ബാഹ്യമായ ഒരു കുത്തുബ് വെളിപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാവില്ല ആൾക്കാർക്ക്. അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, കുത്തുബിൻ്റെ വിശേഷണത്തിൽപ്പെട്ടത് എന്താണ്? വഅന്നഹു മഹ്ഫൂദുൻ മിൻ ഹസാഇനി ഗൈരി ഐറത്തി, അള്ളാഹിൻ്റെ അസൂയൻ്റെ ഖജനാവിൽ ഇങ്ങനെ പൂട്ടിട്ടപ്പെട്ട ആളെ പോലെയാണ്. അദ്ദേഹത്തിന് അറിയാൻ ഭയങ്കര പ്രയാസം, ആളുകൾക്ക് അറിയാൻ സാധിക്കൂല. മുൽതഖിഫുൻ ബി അർദിയത്തി സൗൻ, അള്ളാഹിൻ്റെ സംരക്ഷണത്തിൻ്റെ വസ്ത്രം കൊണ്ട് അള്ളാഹു പൊതിഞ്ഞ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസം. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ എന്നുള്ള പ്രയാസം. അള്ളാഹ് അത് മനസ്സിലാക്കാൻ ഒരു തൗഫീക്ക് ഉണ്ടാവണം. ആ തൗഫീക്ക് ഉണ്ടായാൽ മനസ്സിലാക്കാം. അത് അദ്ദേഹം തന്നെ വിചാരിക്കണം, എന്നാലും നടക്കും. അല്ലാതെ നമ്മൾ വിചാരിച്ച് അദ്ദേഹത്തിലേക്ക് എത്തുക എന്നുള്ളത് സാധ്യമല്ല. അതൊരു തൗഫീക്കാണ്. കാരണം അദ്ദേഹത്തിന് നിലനിൽക്കാൻ അദ്ദേഹം ഒരു തെളിവ് കൂടെ വെക്കൂല. അദ്ദേഹമാണ് ആ ആളെന്ന് മനസ്സിലാക്കാൻ തെളിവ് വേണ്ടേ? വലിയ ഔലിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭയങ്കര അങ്ങനല്ല, ഒരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടണം. അവർ നമ്മളിങ്ങനെ നമ്മളെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് അവർ പെരുമാറണം. അദ്ദേഹം നമ്മളെ മുമ്പിൽ നമ്മളെപ്പോഴും ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടിരിക്കണം, നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഔലിയാക്കന്മാരുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെറിയ ആൾക്കാരാണ്, വലിയ ആൾക്കാരല്ല. വലിയ ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യൂല. അങ്ങനെ ചെയ്യുന്ന അവരുടെ രീതിയിൽപ്പെട്ടതല്ല. അങ്ങനെ ചെയ്യാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അള്ളാഹ്ക്കും ഇഷ്ടം ഉണ്ടാവില്ല, അവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. കാരണം അവരെപ്പോൾ ആ ഒരു രഹസ്യത്തിനെ കീപ്പ് ചെയ്യാൻ
ഇഷ്ടപ്പെടുന്നവരാ, അവരതിൽ തന്നെ ജീവിക്കുള്ളൂ. ഒരിക്കലും അവരതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉപന്യാസങ്ങളൊക്കെ കത്തുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ഭുതം വരും. ഷേഖ് പറയുന്നുണ്ടോ, ഈ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ ഇന്നടുത്തു നിന്നാണ്, ഓഹോ അങ്ങനെ സംഭവിച്ചോ, ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അവരോട് ചോദിച്ചിട്ടാണ് എനിക്ക് വിശ്വാസം വന്നത്, അങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ. കാരണം ഷേഖ് ആ കത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, കുത്തുബുൽ ജാമിയ ഔസുല്ല അള്ളാഹിൻ്റെ ഔസ്, കുത്തുബുൽ ജാമിയ കാലഘട്ടത്തിൻ്റെ ഖലീഫ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കത്തിൻ്റെ അവസാനം പറയുന്നത്. അങ്ങനത്തെ ഖലീഫ മുകളിൽ എഴുതിയ കത്തിൽ എന്താ പറയണത്, അങ്ങനെ സംഭവിച്ചോ, നിങ്ങളിപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ സാധാരണ നാടൻ മനുഷ്യന്മാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, ഒരു അത്ഭുതങ്ങളും പറയുന്നില്ല. ഞാൻ ആ വിഷയം അറിഞ്ഞതിപ്പോൾ ഇന്നയാളെടുത്തുനിന്ന്, അങ്ങനെ സംഭവിച്ചോ നിങ്ങളവിടെ, ഞാൻ ഇത്രയും കാലമായിട്ട് അറിഞ്ഞിട്ടില്ല, അങ്ങനെയാണെങ്കിൽ തിരുത്തണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഷേഖ് സംസാരിക്കുക. അതിൻ്റെ താഴെ ഇരുന്ന് കുത്തുബുൽ അഖ്താബ് ഔസുല്ലാദം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷേഖിനെ പറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ഷേഖിനിപ്പോൾ അത് അറിഞ്ഞാലും അവർ ബിഹേവ് ചെയ്യേണ്ട അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അവരുടെ രഹസ്യത്തെ വെളിവാക്കില്ല. ഇനിയിപ്പോൾ വെളിവാക്കേണ്ടത് തന്നെ അപൂർവമായിട്ടേ വെളിവാക്കുള്ളൂ, ഒരിക്കലും വെളിവാക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല, വളരെ അപൂർവമായിട്ടേ വെളിവാക്കാനുണ്ടെങ്കിൽ തന്നെ അവരുടെ മൊത്തത്തിലുള്ള അവസ്ഥ ഇവിടെ മുഹിദ്ദീൻ ബിൻ അറബി തങ്ങൾ പറഞ്ഞതുപോലെയാണ്.